ഇത് ആളുകൾക്ക് ഭയങ്കര സംശയം. റബ്ബറിന് എങ്ങനെ ഉപയോഗിക്കും, തെങ്ങിന് എങ്ങനെ ഉപയോഗിക്കും അല്ലേ? സബൂറാവോ, കുറച്ച് ക്ഷമിക്കൂ, എല്ലാം പറഞ്ഞുതരാം. ഇന്ത്യയിലെ 200-ലധികം വിളവുകളിൽ കൃഷിക്കാർ ഉപയോഗിച്ചിട്ട് 40 മുതൽ 400% വിളവിൽ വർധനവുണ്ടായ റിസൾട്ട് കമ്പനിയുടെ കയ്യിൽ റെക്കോർഡായിട്ടുണ്ട്. ഇന്ത്യയിലെ 5 പ്രമുഖ അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റികളിൽ ഇതിൻ്റെ ട്രയൽ നടത്തിയിട്ട് അതിൻ്റെ റിപ്പോർട്ട് കിട്ടുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഹരിസഞ്ജീവൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പം അതുകൊണ്ട് എല്ലാം കിട്ടും. നമുക്കൊന്ന് പഠിക്കാനുള്ള ക്ഷമ വേണം. അപ്പം ഇന്ന് ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യത്തെക്കുറിച്ച് ജസ്റ്റ് നമുക്ക് നോക്കാം. കാരണം 2011 മുതൽ കേരളത്തിൽ ഹരിസഞ്ജീവന് വന്നപ്പോൾ ഹരിസഞ്ജീവനിയുടെ ഡയറക്ടറായിട്ടുള്ള രവീന്ദ്ര ശിരോഡെ സാറിൻ്റെ ഒപ്പം കേരളത്തിൽ ധാരാളം സെഷൻ നടത്താൻ എനിക്ക് ഭാഗ്യമുണ്ടായി. കാരണം അദ്ദേഹം സംസാരിക്കുന്നത് ഹിന്ദിയിലാണ്. അപ്പോൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാൾ വേണം. അങ്ങനെയുള്ളതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഒത്തിരി സെഷനിൽ പോകാനിട വന്നു. അതുകൊണ്ട് അത്രയും കൂടുതൽ റിപ്പീറ്റ് ചെയ്ത് പഠിക്കാനിട വന്നതുകൊണ്ട് അല്പം എന്താ പറയുക, വിശദമായി തന്നെ ഇത് മനസ്സിലാക്കാൻ അവസരമുണ്ടായി. പിന്നീട് ധാരാളം പുതിയ പ്രൊഡക്റ്റുകളൊക്കെ വന്നു. അപ്പോൾ അതിനെക്കുറിച്ചും മനസ്സിലാക്കി. എന്നാൽ ഈ അടുത്ത കാലത്തായിട്ട് അങ്ങനെ ഫിസിക്കൽ പ്രോഗ്രാമിൽ അധികം പോകാൻ ഇട വന്നിട്ടില്ല. എന്നാലും ഹരിസഞ്ജീവനി ഒരു അടിപൊളി സെഗ്മെന്റ് തന്നെയാണ്. അപ്പോൾ ആർസിം എന്ന് പറയുന്ന ഈ ഒരു സുന്ദര സംവിധാനം നമുക്കായി രൂപകൽപ്പന ചെയ്ത TCGയെ നമിച്ചുകൊണ്ട് 2000-ൽ തുടങ്ങിയ ആർസിഎം നമ്മളിലേക്ക് എത്തുന്നത് 2005-ലാണ്. ഇന്ന് നാം കാണുന്ന രീതിയിൽ ഇത് പടർന്ന് പന്തലിക്കുന്നതിന് കാരണക്കാരായ നിങ്ങളുടെ എല്ലാ ഗ്രേറ്റ് അപ്ലയൻസ്, കാരണം അവരുടെയൊക്കെ ഗൈഡൻസ് ആൻഡ് സപ്പോർട്ട്, അതാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിന് കാരണം. പ്രൊഡക്റ്റിൽ തുടങ്ങി ഇന്ന് ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ്. കാരണം ഒത്തിരി പുതിയ ആളുകളുണ്ട്, അതുകൊണ്ടാണ് ചെറിയൊരു ഇൻട്രൊഡക്ഷൻ ഇങ്ങനെ പറയുന്നത്. കാരണം ഈ അടുത്ത കാലത്ത് ആർസിഎമ്മിലേക്ക് വന്ന ആളുകൾക്ക് ആർസിഎം എങ്ങനെ തുടങ്ങിയെന്നോ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നോ എങ്ങനെയാണ് ഇങ്ങനെ ആയതെന്നൊക്കെ ഒരു പക്ഷെ അറിയില്ലായിരിക്കും. അതൊക്കെ അല്പം ക്ഷമയോടുകൂടി നമ്മൾ ആർസിഎമ്മിന്റെ ചരിത്രം മനസ്സിലാക്കാനും കൂടെ തയ്യാറാവണം. അപ്പം ഗുഡ് മോർണിംഗ് ഗുഡ് നൈറ്റ് ഇത്രയധികം ഉൽപ്പന്നങ്ങളിലേക്ക് ഇത് എത്തിയത് 25 വർഷത്തെ കൂട്ടായ പ്രവർത്തനത്തിന്റെയും കഠിന പരിശ്രമത്തിന്റെയും കുറെ ത്യാഗങ്ങളിലെയൊക്കെ ഫലമാണ്. അപ്പോൾ ഇതിനു വേണ്ടി വലിയ കോൺട്രിബ്യൂഷനാണ് ഒത്തിരി ആളുകൾ ചെയ്തിട്ടുള്ളത്. ഏതാണ്ട് 145 കോടി ജനങ്ങളുടെ ഇന്ത്യയിൽ കഷ്ടിച്ച് 4 കോടി ആളുകൾക്ക് മാത്രമേ ആർസിഎമ്മിനെ കുറിച്ച് അല്പസ്വല്പമെങ്കിലും കേൾക്കാനും മനസ്സിലാക്കാനും പറ്റിയിട്ടുള്ളൂ. അതിൽ നിന്ന് എന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുന്ന ഗണത്തിലേക്ക് വന്നിട്ടുള്ളവർ വളരെ ചെറിയൊരു ശതമാനം മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും ഫാസ്റ്റായിട്ട് ഗ്രോ ചെയ്യുന്ന ഒരു ടീമിന്റെ ഭാഗമായിട്ടുള്ളവരാണ് ഇനി പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന നാം ഓരോരുത്തരും. അതിൽ നമുക്ക് അഭിമാനം കൊള്ളാം. ഈ സാധ്യതയെ, ഓപ്പർച്യൂണിറ്റി ശരിക്കും മനസ്സിലാക്കി പ്രയോജനപ്പെടുത്താൻ കഴിഞ്ഞാൽ നമ്മുടെ മാത്രമല്ല പരമ്പരകളുടെയും നമ്മളിലൂടെ അനേകായിരങ്ങളുടെയും ജീവിതം സാർത്ഥകമാകും, സമ്പന്നമാകും. ഓക്കെ, അപ്പോൾ ഹരിത സഞ്ജീവനി എന്ന് പറയുന്ന ഈ സെഗ്മെന്റിനെ കുറിച്ച് ചെറിയ ഒരു വിശദീകരണം. എന്താണ് ഇതിന്റെ ഒരു പശ്ചാത്തലം നോക്കൂ. കമ്പനിയുടെ ഹെഡ് ഓഫീസ് നാസിക്കിലാണ്. അപ്പോൾ ഹരിത സഞ്ജീവനി ടീമിൻ്റെതായിട്ട് ഉണ്ടാക്കി തന്നിട്ടുള്ള ഒരു PPT ആണ്. ഇത് ഇംഗ്ലീഷ്, മലയാളത്തിലുള്ള ഒരു PPT എൻ്റെ ഉണ്ട്. എന്നാലും ഇതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇംഗ്ലീഷ് ഉള്ളത് പറയുമ്പോൾ അതിനകത്ത് കുറച്ച് അഡീഷണൽ പോയിന്റ്സ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇംഗ്ലീഷിലുള്ള PPT എടുത്തത്. അപ്പോൾ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്നേഹപൂർവ്വം ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഹരിത സഞ്ജീവനി അഗ്രോ പ്രൊഡക്ട്സ് ഒറ്റ പ്രൊഡക്റ്റിലാണ്, ഹരിത സഞ്ജീവനി ഒരു പ്രൊഡക്റ്റിലാണ് തുടങ്ങിയത്. എന്തായിരുന്നു ലക്ഷ്യം? ഓർഗാനിക് ഫാമിങ്ങിലൂടെ ഇന്ന് കാർഷിക രംഗത്ത് കൃഷിക്കാരനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുകയും ആരോഗ്യമുള്ള ഒരു ജനതയെ കെട്ടിപ്പടുക്കുകയും ചെയ്യുക. ഇത് നാസിക്കിലുള്ള ഒരു കമ്പനി വിചാരിച്ചാൽ ഇന്ത്യയിൽ മുഴുവൻ ഇത് എത്തിക്കാൻ കഴിയുമെന്ന് അവർ കരുതിയില്ല. പക്ഷേ അവരുടെ ഉദ്ദേശം വളരെ ശക്തമായിരുന്നു എന്നുള്ളതുകൊണ്ട്, കേട്ടിട്ടില്ലേ, ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ അനുകൂലമായ സാഹചര്യം പ്രകൃതി ഒരുക്കും. എല്ലാവർക്കും ആരോഗ്യം എന്നുള്ള പ്രഥമ ഉദ്ദേശത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് പ്രസ്ഥാനമായ ആർസിയുമായിട്ട് ഹരിത സഞ്ജീവനി 2011 കണക്റ്റ് ആവുന്നു. അപ്പോൾ ഹരിത സഞ്ജീവനിയുടെ ഉദ്ദേശവും ആർസിഎമ്മിന്റെ ഉദ്ദേശവും ഒന്ന് തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെഗ്മെന്റിലൂടെ ആർസിഎമ്മിന് കൂടുതൽ ശക്തമാക്കാനും ആർസിഎമ്മിന്റെ ലക്ഷ്യം സാർത്ഥകമാക്കാനും കഴിയുമെന്നുള്ളത് കൊണ്ട് ആർസിഎമ്മും ഹരിത സഞ്ജീവനിയും കൈകോർത്തു.
അങ്ങനെ നാസിക്കിലുള്ള ആ ഒരു കമ്പനിയിൽ ഉണ്ടാക്കിയ അവരൊത്തിരി അഗ്രികൾച്ചർ രംഗത്തുള്ള ഒത്തിരി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഓർഗാനിക് ഫാമിന് വേണ്ടി ഈ ലക്ഷ്യത്തോടുകൂടി തയ്യാറാക്കുന്ന ഹരിസഞ്ജീവിനി ആർസിമിയുടെ മാത്രമായിട്ട് കൊടുക്കാൻ തയ്യാറായി 2011 സ്റ്റാർട്ട് ചെയ്തു. പതുക്കെ 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 പിച്ച വെച്ച് ആർസിഎമ്മിലൂടെ ഇന്ത്യയിലുടനീളം, അന്ന് വളരെ കുറച്ച് ആളുകളെ ഉള്ളൂ ട്രെയിനേഴ്സ് ആയിട്ടും ഒക്കെ. പക്ഷേ ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ആർസിഎമ്മിലെ മിടുക്കന്മാരായ ലീഡേഴ്സും അസോസിയേറ്റ് ബേസും ഇതൊക്കെ പഠിച്ചേറ്റെടുത്ത് അങ്ങ് തുടങ്ങി. ഇന്നിപ്പോൾ 10 പ്രൊഡക്റ്റ് ഇന്ത്യയിലുടനീളം എന്ന് പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. ഇന്ന് കേരളത്തിൽ മഴയാണെങ്കിൽ നമ്മുടെ ആർസിഎമ്മിന്റെ ഹെഡ് ഓഫീസായ രാജസ്ഥാനിൽ എന്താണ് പറയുക, ഭയങ്കര ചൂടാണ്. അതേപോലെ വിവിധ തരത്തിലുള്ള കാലാവസ്ഥകൾ, മണ്ണ്. എൻ്റെ അറിവിൽ ഏത്തക്കായ കേരളത്തിൽ പോലെ വളരുന്ന മറ്റൊരു മണ്ണ് ഇന്ത്യയിൽ എവിടെയും കണ്ടിട്ടില്ല. പലയിടത്തും കൊണ്ട് നോക്കിയിട്ടുണ്ട്, പക്ഷെ ചിലപ്പോൾ വാഴ മുളയ്ക്കും, എന്നാലും ഇതുപോലെ കായ ഉണ്ടാവില്ല. അതുപോലെ കാശ്മീരിൽ ഉണ്ടാകുന്ന പോലെ ആപ്പിള് ഉണ്ടാവില്ല. ആപ്പിളൊക്കെ ഉണ്ടാവും, കുറച്ചൊക്കെ ഉണ്ടാവും. അപ്പൊ ആ മണ്ണിന്റെ വൈവിധ്യത ഇവിടെ എല്ലായിടത്തും ഹരിസഞ്ജീവനി ഉപയോഗിച്ചിട്ട് ആളുകൾക്ക് അതിശയിപ്പിക്കുന്ന റിസൾട്ട്. ആപ്പിളിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് പറഞ്ഞത്, 20 വർഷത്തിലധികമായി ആപ്പിൾ തോട്ടമുള്ള ഒരു ആർസിഎം ലീഡർ, അദ്ദേഹത്തിന്റെ തോട്ടത്തിൽ ഹരിസഞ്ജീവനി ഉപയോഗിച്ചത്. അതിൽ ഫ്രൂട്ട് സ്പെഷ്യലും സോയിൽ ഹെൽത്തും ആണ് ഉപയോഗിച്ചത് മെയിനായിട്ട്. അത് ഉപയോഗിച്ചിട്ട് അദ്ദേഹത്തിന് കിട്ടിയ റിസൾട്ട് പറഞ്ഞത്, കൃഷി തുടങ്ങിയതിന് ശേഷം ഇത്ര ഒരു വലിയ ഫലം, വിളവ് ആപ്പിൾ ഉണ്ടായി കണ്ടിട്ടില്ല. അദ്ദേഹത്തിന് മാത്രമല്ല, അത് കണ്ടവരൊക്കെ പറഞ്ഞു. അത്തരത്തിൽ അതിശയിപ്പിക്കുന്ന റിസൾട്ട്. നമുക്ക് കേരളത്തിൽ ഇഷ്ടം പോലെ ആയിരക്കണക്കിന് റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രത്യേകത, ആർസിഎമ്മിന് പരസ്യമില്ലല്ലോ. നമ്മൾ ഉപയോഗിച്ച് നമ്മൾ മറ്റുള്ളവർ പറഞ്ഞാൽ മാത്രമേ ആളുകൾ അറിയുകയുള്ളൂ. അതിൽ ഒരു പ്രത്യേകത കൂടെ ഉള്ളത്, കൃഷിക്കാരെ സംബന്ധിച്ച്, സാധാരണ കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്ക് ഒരു മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുന്ന ഒരു അനുഭവം ഉണ്ടായാൽ അതിൻ്റെ രഹസ്യം പങ്കുവയ്ക്കാൻ അവർ തയ്യാറാവില്ല. ഞാൻ പറഞ്ഞു, നന്ദേട്ടൻ്റെ കൂടെ നമുക്കൊരു വർക്കിച്ചേട്ടൻ ഉണ്ടായിരുന്നു. അദ്ദേഹം നമ്മളെ വിട്ടുപോയി. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഇതുപോലെ ഏത്തവാഴ കൃഷിക്ക് ഹരിസഞ്ജീവനി ഉപയോഗിച്ചു. ഭയങ്കര റിസൾട്ട്. ആ വാഴത്തോട്ടം കണ്ടിട്ട് ദുബായിലേക്ക് അല്ലെ ഗൾഫിലേക്ക് ഏത്തക്ക കയറ്റി അയക്കുന്ന കച്ചവടക്കാര് അഡ്വാൻസ് ആയിട്ട് വന്നത് ബുക്ക് ചെയ്തു, 5 രൂപ കൂടുതൽ കൊടുത്തു. എന്നിട്ട് ആ തോട്ടം മുഴുവൻ അങ്ങനെ കാലിയാക്കി വെട്ടിക്കൊണ്ട് പോയി. അപ്പോൾ വലിയ നേട്ടം ഉണ്ടായത്. ആ തോട്ടം നല്ല രീതിയിൽ വളരുന്ന കണ്ടപ്പോൾ അതിൻ്റെ മുമ്പിൽ ഒരു ഫ്ലക്സ് വെക്കണം എന്ന് വർക്കിച്ചേട്ടൻ അദ്ദേഹത്തോട് പറഞ്ഞു, കൃഷിക്കാരനോട് പറഞ്ഞു. അപ്പോൾ നിന്റെ ഒരു ഫോട്ടോ വേണം, ഇത് ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്ത് തോട്ടം എന്ന് എഴുതണം. അപ്പൊ ആള് പറഞ്ഞു, എൻ്റെ ഫോട്ടോ വെക്കാനും പറ്റില്ല, നമ്പർ എഴുതാനും പറ്റില്ല. അപ്പൊ വർക്കിച്ചേട്ടൻ പറഞ്ഞു, നിന്റെ വെച്ചില്ലെങ്കിൽ ഞാൻ എൻ്റെ ഫോട്ടോ വെക്കും, കാരണം ഇത് വെച്ചേ പറ്റുള്ളൂ, ഇത് ഹരിസഞ്ജീവനി ഉപയോഗിച്ചിട്ടാണെന്ന് ആളുകളെ കാണിക്കണം. എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് ഫോട്ടോ വെക്കാൻ തയ്യാറാകാഞ്ഞത്? കാരണം ഇത് ചെയ്ത് കഴിഞ്ഞാൽ ആൾ ചോദിക്കും എന്താണ്, അപ്പോൾ അത് പറഞ്ഞു കൊടുക്കേണ്ടി വരും. ഞാൻ പറഞ്ഞത് എല്ലാവരും അങ്ങനെയാണെന്നല്ല, പക്ഷെ പൊതുവേ ഉള്ള ഒരു കാര്യം. അപ്പം ഹരിസഞ്ജീവനിക്ക് ഇത്ര നല്ല റിസൾട്ട് ഉണ്ടെങ്കിലും വലിയ രീതിയിൽ ആളുകളിലേക്ക് എത്താത്തതിന് കാരണം ഇങ്ങനെ ഒരു കാരണമാണോ എന്നെനിക്ക് സംശയം. ഏതായാലും നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മുടെ മിഷൻ ഓർഗാനിക് ഫാമിംഗ്, അതായത് കൃഷിക്കാരെ സംബന്ധിച്ച് അവർക്കുള്ള പ്രധാനപ്പെട്ട പ്രശ്നം, കൃഷിക്ക് ചെലവ് കൂടുതലാണ്, വരവ് കുറവാണ്. ഇത് കാലാകാലങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. അപ്പോൾ ഈ എന്താ പറയുക, പ്രൊഡക്ഷൻ കൂട്ടുകയും ചെലവ് കുറയ്ക്കുകയും ചെയ്യണം എന്നുള്ള അന്വേഷണത്തിലാണ് രാസവളങ്ങളൊക്കെ കണ്ടുപിടിക്കുകയും അത് വലിയൊരു ധവള വിപ്ലവം അല്ല ഹരിത വിപ്ലവം എന്നൊക്കെ പറഞ്ഞ് തുടങ്ങി അവസാനം ഇപ്പോൾ അതിൻ്റെ പ്രയാസങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കൃഷിയെക്കുറിച്ച് പറയുമ്പോൾ പ്രധാനമായിട്ടും 3 കാര്യങ്ങൾ റിലേറ്റഡ് ആണ്. അതായത് സോയിൽ ഹെൽത്ത്, മണ്ണിൻ്റെ ഫലപുഷ്ടി. മണ്ണിന്റെ ഫലപുഷ്ടി ആണ് ചെടിയുടെ ആരോഗ്യത്തിന് അടിസ്ഥാനം. ചെടിയുടെ ആരോഗ്യമാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് അടിസ്ഥാനം. ഇത് 3ഉം ലിങ്കഡ് ആണ്. പക്ഷേ കൂടുതൽ വിളവ് കിട്ടാൻ വേണ്ടി ചെയ്ത പ്രയോഗം, രാസവള പ്രയോഗം, കീടനാശിന പ്രയോഗം മണ്ണിന്റെ ആരോഗ്യം നശിപ്പിച്ചു. മണ്ണിന്റെ ആരോഗ്യം നശിച്ചപ്പോൾ അതിൻ്റെ പ്ലാന്റ് ഹെൽത്ത്, ചെടിയുടെ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ആരോഗ്യവും നശിപ്പിച്ചു. അങ്ങനെ അതിൻ്റെ ആരോഗ്യം നശിച്ചാൽ അസുഖം ഉണ്ടാവും. അസുഖം ഉണ്ടാകുമ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കീടനാശിനികളും അങ്ങനെയുള്ള പല സംഗതികൾ ഉപയോഗിക്കേണ്ടി വരുന്നു. ഇൻടേൺ ഇത് മനുഷ്യന്റെ ആരോഗ്യവും നശിപ്പിച്ചു. ഇതാണ് ഉണ്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ. ഇതൊന്നും കുറഞ്ഞ സമയം കൊണ്ട് ഉണ്ടായതല്ല. ദീർഘകാലത്തെ
ഉപയോഗങ്ങളുടെ ഫലമായിട്ടുണ്ടായതാണ്. ഓരോ സമയത്തും ആവശ്യം നിറവേറ്റാൻ വേണ്ടി പ്രോബ്ലം ഉണ്ടാകുമ്പോൾ അതിന് സൊല്യൂഷൻ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. പക്ഷേ ആ ഉണ്ടാക്കുന്ന സൊല്യൂഷൻ അല്ലെങ്കിൽ പരിഹാരം കൊണ്ട് ഉണ്ടാകുന്ന ഗുണവും ദോഷവും വിലയിരുത്താൻ ഒരുപക്ഷെ അന്ന് പറ്റിയിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ഇത്രമാത്രം ദുരവ്യാപകമായ ദോഷങ്ങൾ ഇതുകൊണ്ടുണ്ടാകുമെന്ന് അന്ന് മനസ്സിലാക്കിയിട്ടില്ല. നമുക്കറിയാം, കാസർഗോഡ് എൻഡോസൾഫാന്റെ ഉപയോഗത്തെക്കുറിച്ചൊക്കെ ലോകത്താകമാനം പഠനങ്ങളും ചർച്ചകളും നടക്കുന്നു. അതൊക്കെ നിരോധിക്കാനുള്ള കാരണം എന്താണ്? അത്രയധികം ഡേഞ്ചറസ് ആയിട്ടുള്ള കീടനാശിനിയൊക്കെ ഉപയോഗിക്കാൻ സാഹചര്യം ഉണ്ടായത് എന്തുകൊണ്ടാണ്? ഇത് ഉണ്ടാക്കുന്നവർക്കും ഉപയോഗിക്കുന്നവർക്കും ഒക്കെ ഇതിന്റെ കോൺസിക്വൻസസ് അല്ലെങ്കിൽ പരിണതഫലം അറിയാൻ പാടില്ലായിരുന്നു. പക്ഷേ ഇത് ഒരു ബില്ലിൽ നിന്ന് 50 എടുത്ത് വിടുന്ന പോലെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചെടുക്കാൻ പറ്റില്ല. ഇന്നത്തെ സിറ്റുവേഷൻ എന്താണ്? ഇതിൽ നമുക്ക് വേണ്ടത് പ്രൊഡക്ഷൻ ഇൻക്രീസ് ആക്കണം. അപ്പോൾ വെറുതെ അളവിൽ വന്നാൽ മാത്രം പോരാ, അത് ഹെൽത്തി ആയിരിക്കണം, ആരോഗ്യമുള്ളതായിരിക്കണം, അത് ന്യൂട്രീഷൻ ഉള്ളതായിരിക്കണം, പോഷക സമ്പുഷ്ടമായിരിക്കണം. അല്ലാതെ വെറുതെ തൂക്കം മാത്രം പോരാ, എണ്ണവും തൂക്കം മാത്രം പോരാ. അപ്പൊ ക്വാളിറ്റി ഉള്ള ഫലങ്ങൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഇതിനെ 3 സെഗ്മെന്റ് ആയിട്ടാണ് പറയുന്നത്. ഒരു ആരോഗ്യകരമായ ഒരു കൃഷിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മണ്ണിന്റെ ആരോഗ്യം, ചെടിയുടെ ആരോഗ്യം, അതുപോലെ തന്നെ വെള്ളം, നല്ല വെള്ളം. കൃഷിക്ക് ഉപയോഗിക്കുന്ന വെള്ളം നല്ലതായിരിക്കണം, ചെടി നല്ല ആരോഗ്യമുള്ളതായിരിക്കണം, മണ്ണ് നല്ല പോഷക സമ്പുഷ്ടമായിരിക്കണം. അതിൽ പ്ലാന്റ് ഹെൽത്തിനെ കുറിച്ച് പറയുമ്പോൾ, ചെടിയുടെ ആരോഗ്യത്തെ കുറിച്ച് പറയുമ്പോൾ, ചെടിക്ക് വേണ്ട പോഷകങ്ങൾ, ന്യൂട്രിയൻ മാനേജ്മെന്റ് ഉണ്ട്. അസുഖം വന്നാൽ അല്ലെ, ഡിസീസ്, അസുഖം, പെസ്റ്റ്, കീടങ്ങൾ, ഇത് രണ്ടാണ്. അപ്പോൾ ചെടികളിൽ കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതെ സംരക്ഷിക്കണം, ഉണ്ടെങ്കിൽ അവയെ നശിപ്പിക്കണം. അസുഖം വരാതെ നോക്കണം, ഉണ്ടെങ്കിൽ അതിനെ പ്രതിരോധിക്കണം, അല്ലെ ചികിത്സിക്കണം. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുക. ഈ വാട്ടർ മാനേജ്മെന്റ് പ്രത്യേകം എടുത്ത് പറയേണ്ട കാര്യമുണ്ടോ? തീർച്ചയായിട്ടും. കാരണം എന്ത് കിട്ടിയാലും മണ്ണിലേക്ക് വലിച്ചെറിയുന്നു. ആ വെള്ളം വീഴുമ്പോൾ മണ്ണിലുള്ള ദോഷങ്ങളോട് കൂടിയാണ് ചെടിയുടെ അല്ലെങ്കിൽ വൃക്ഷങ്ങളുടെ കൃഷിയുടെ സ്ഥലത്തേക്ക് വെള്ളം ചെല്ലുന്നത്. തീർച്ചയായിട്ടും അതിനകത്ത് ദോഷമുണ്ടെങ്കിൽ അത് ആ ചെടിയെ, ആ ഫലത്തെ അത് ദോഷകരമായിട്ട് ബാധിക്കും. അപ്പൊ ഇതെല്ലാം വളരെ ശ്രദ്ധാപൂർവം മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ആരെങ്കിലും ഇതൊക്കെ ആലോചിക്കാറുണ്ടോ? ചോറ് കിട്ടുക, ആരി കഴിക്കുക എന്നല്ലാതെ നമ്മൾ നോക്കാറുണ്ടോ? ആ വ്യത്യാസം നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ഇപ്പൊ പല കടകളിലും നാടൻ പച്ചക്കറി എന്ന് എഴുതി വെച്ചിട്ടുണ്ടാവും, അല്ലേ? ഇപ്പൊ നാദേട്ടൻ പറഞ്ഞ പോലെ നാടൻ പച്ചക്കറി എന്ന് പറഞ്ഞാൽ വളമിടാതെ നാച്ചുറൽ ആയിട്ടുള്ള വളം കൊണ്ട് വളർന്ന ഒരു വാഴയുടെ പഴം, ഞാലിപ്പൂവനായാലും ഏത്തക്കായ ആയാലും, അതിൻ്റെ രുചിയും മാർക്കറ്റിൽ നിന്ന് രാസവളമിട്ട് വളർത്തിയ കൊലയുടെ പഴം നമ്മുടെ രുചിയിലും വലിയ വ്യത്യാസം ഉണ്ടാവും. ആ വ്യത്യാസം ഹരിതസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ ശരിക്കും നമുക്ക് മനസ്സിലാവും. അപ്പോ ഹരിതസഞ്ജീവനി എന്ന് പറയുന്ന പ്രൊഡക്റ്റ് 2 തരത്തിലാണ് അവൈലബിൾ ആയിട്ടുള്ളത്. 1/2 ഏക്കറിന് ഉപയോഗിക്കാൻ പര്യാപ്തമായിട്ടുള്ളതും 1 ഏക്കറിന് ഉപയോഗിക്കാൻ പറ്റുന്നതുമായിട്ടുള്ള പാക്കറ്റാണ് വരുന്നത്. ഈ കാണുന്നതാണ് പടം. എനിക്കറിയാം ഒത്തിരി പേര് ഇത് ആദ്യം കാണുന്നവരാണ് കേട്ടോ. കേരളത്തിൽ ഏതാണ്ട് 1800ഓളം സജീവമായിട്ടുള്ള ആർസെമ്മിന്റെ ഔട്ട്ലെറ്റുകളുണ്ട്. ഭൂരിപക്ഷം കടകളിൽ ഇതുണ്ടാവില്ല. ഹെൽത്ത് കാർഡ് എല്ലായിടത്തും ഉണ്ടാവും, ആട്ട എല്ലായിടത്തും ഉണ്ടാവും, ഉപ്പ് എല്ലായിടത്തും ഉണ്ടാവും, പേസ്റ്റും ചായപ്പൊടിയും സോപ്പും ഉണ്ടാവും. കാരണം അതിനൊന്നും സംശയമില്ല, എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. പക്ഷെ ഇതും എല്ലാവർക്കും ആവശ്യമുണ്ടെങ്കിലും ഇതെങ്ങനെ ഉപയോഗിക്കണം, ഇത് എങ്ങനെ നിങ്ങൾക്ക് ഗുണം ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കാൻ 1 ഷോപ്പ് നടത്തുന്നവർക്ക് അറിയില്ല, 2 പറഞ്ഞു കൊടുത്താൽ കേൾക്കാൻ അവർ വരില്ല, സമയമില്ല, എനിക്ക് ആവശ്യമുണ്ടെന്ന് അറിയില്ല. നോക്കൂ, 1000 പേർക്ക് പങ്കെടുക്കാവുന്ന പ്ലാറ്റ്ഫോമാണ്. രാവിലെ തന്നെ നമ്മൾ കുറച്ച് ഗ്രൂപ്പുകളൊക്കെ ഷെയർ ചെയ്ത് ഒരു 160ഓളം വരുന്ന ടെക്നിക്കൽ ടീച്ചർമാർക്ക് ഇത് പേഴ്സണലായിട്ട് അയച്ചു കൊടുത്തിരുന്നു. കാരണം അവരുടെ ടീമിൽ, ഗ്രൂപ്പിൽ ഇത് ഷെയർ ചെയ്താൽ അവരുടെ ടീമിലുള്ളവർക്ക് ഇത് കേട്ട് മനസ്സിലാക്കാം. അല്പം മുമ്പ് വീണ്ടും കുറെ ഗ്രൂപ്പുകളൊക്കെ ഇത് പങ്കുവെച്ചു. പക്ഷെ എന്നിട്ടും ഇത്രയും പേരല്ലേ വന്നുള്ളൂ. അപ്പോ വരാത്തവരെ കുറിച്ച് നമുക്കൊന്നും പറയാൻ പറ്റില്ല, വന്നവരോടെ പറയാൻ പറ്റുള്ളൂ. ഇനിയെങ്കിലും ഇത്തരത്തിൽ ആർസെമ്മിന്റെ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിവ് ലഭിക്കുന്ന പ്രോഗ്രാമുകളുടെ ഇൻഫർമേഷൻ വരുമ്പോൾ ടീമിൽ പങ്കുവയ്ക്കുക, വിളിച്ചു പറയണം. വെറുതെ മെസ്സേജ് ഇങ്ങനെ എന്താ പറയുക ഷെയർ ചെയ്തിട്ട് കാര്യമില്ല. കാരണം എന്താ അറിയോ, ഇന്ന് സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്, എല്ലാം ഇത് തന്നെയാണ്. മടുത്തു ആളുകൾ, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ അതിന്റെ മുകളിൽ ഇതും കൂടെ വരുമ്പോൾ ശ്രദ്ധിക്കില്ല. അപ്പോൾ ആർസിഎം ഫോക്കസ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ച് എന്താ പറയുക, കുതിരയ്ക്ക് ലാടം വെക്കുന്നവർ ഒന്ന് ഫോക്കസ് ചെയ്യണം.
ആർസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ മാത്രമായിരിക്കണം നമ്മുടെ ശ്രദ്ധ. അതല്ലാത്ത കാര്യങ്ങളിലുള്ള ശ്രദ്ധ കുറച്ച് മാറ്റിവെക്കണം. അങ്ങനെ വന്നാൽ മാത്രമേ നമുക്ക് കാര്യങ്ങൾ കൂടുതൽ ഗൗരവത്തിൽ കൃത്യസമയത്ത് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ ഹരിസഞ്ജീവനി ഞാൻ പറഞ്ഞു, ആദ്യം നമുക്ക് കിട്ടിയത് ഈ ഒറ്റ പ്രൊഡക്റ്റ് മാത്രമായിരുന്നു. ഇത് 1/2 ഏക്കറിന് ഉപയോഗിക്കാൻ കഴിയുന്ന ചെറിയ പാക്കറ്റുണ്ട്. അത് 375 ഗ്രാമാണ്. അതിൽ എഴുതിയിരിക്കുന്ന 375 ഫോർ ഹാഫ് ഏക്കർ എന്ന് പറയുമ്പോൾ 375 എണ്ണം എന്ന് വിചാരിക്കേണ്ട, 375 ഗ്രാമേ ഉള്ളൂ. 1 ഏക്കറിന് ഹരിസഞ്ജീവനി തരാന്ന് പറയുമ്പോൾ വിനോദ് സാറെ ഓട്ടോറിക്ഷ ഒക്കെ വിളിച്ചാണ് ആളുകൾ വരുന്നത് വളം കൊണ്ടുപോകാനേ. 1 ഏക്കർ വളം. പക്ഷെ വരുമ്പോഴേ മനസ്സിലാകുന്ന ഓട്ടോറിക്ഷ വേണ്ട, ഇങ്ങനെ കക്ഷത്തിൽ വെച്ചുകൊണ്ട് പോകുന്ന സാധനമാണ്. അപ്പൊ അത് ആദ്യമേ തന്നെ ആളോട് പറഞ്ഞു കൊടുക്കണം. ഇതെങ്ങനെയാണ്, ഇതിപ്പോ സത്യത്തിൽ ഒരു ഫിസിക്കൽ പ്രോഗ്രാം ആണെങ്കിൽ നമ്മൾ സാധനം എടുത്ത് കാണിച്ചു കൊടുക്കും. 4 പാക്കറ്റിലാണ്, അലൂമിനിയം ഫോയിൽ നല്ല ഭംഗിയായിട്ട് സീൽ ചെയ്തിരിക്കുന്ന പാക്കറ്റാണ്. അതിനകത്ത് ഉള്ള സാധനം ഉമിക്കരി പോലെ അല്ലെങ്കിൽ ചായപ്പൊടി പോലെ പൊടിയാണ്. ഇത് കംപ്ലീറ്റ് വെള്ളത്തിൽ അലിഞ്ഞു ചേരുന്ന സാധനങ്ങളാണ്. എന്താണ് ഹരിസഞ്ജീവനി എന്ന് ചോദിച്ചാൽ ഹൈലി കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് മാറ്റർ. എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതിന്റെ ടെക്നോളജിയും കാലം ചോദിച്ചാൽ അവർ പറഞ്ഞു തരില്ല. ഇനി അതിന്റെ സയന്റിഫിക് ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞതിന്റെ വെബ്സൈറ്റിലുണ്ട്. ആരെങ്കിലും കൂടുതൽ പഠിത്തമുള്ള ആളുകൾ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ആ വെബ്സൈറ്റ് അഡ്രസ് അവർക്ക് പറഞ്ഞു കൊടുക്കുക, എഴുതി കൊടുക്കുക. അതാണ് നമുക്ക് അത്യാവശ്യം ചെയ്യാൻ പറ്റുന്ന കാര്യം. ഇനി സ്പെഷ്യലൈസ്ഡ് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. നമ്മൾ കമ്പനിയിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ താമസിച്ച് നമുക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. നമ്മുടെ എമറാൾഡ് വിനോദ് സാർ കുന്നമംഗലം, എമറാൾഡ് സുഭാഷ് സാർ പേരാവൂർ, അതുപോലെ നമ്മുടെ എമറാൾഡ് നോബൽ സാറ്, അങ്ങനെയുള്ള കുറേ ആളുകൾ ഹരിസഞ്ജീവനിയുടെ കമ്പനിയിലൊക്കെ പോയി ട്രെയിനിങ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരാണ്. അങ്ങനെ ഇഷ്ടംപോലെ ആളും. പെട്ടെന്ന് ഓർത്തപ്പോൾ 3 പേരുടെ പേര് പറഞ്ഞെന്നുള്ളൂ. അയ്യോ ഞാനും പോയതാ സാറേ എന്നാരും പറഞ്ഞ് പരാതിപ്പെടേണ്ട കേട്ടോ, ഒത്തിരി പേര് പോയവരുണ്ട്. അപ്പൊ ഈ ഹരിതസഞ്ജീവനിയുടെ ഒന്നാമത്തെ കാണിക്കുന്നത് 4 സ്റ്റേജാണ്. ഹരിതസഞ്ജീവനി ഒരു വളമല്ല. ആരെങ്കിലും അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ തിരുത്തിക്കൊള്ളൂ. ഹരിതസഞ്ജീവനി വളമല്ല. പിന്നെ എന്താണ്? ഒരു ഉപചാര പ്രക്രിയ, ട്രീറ്റ്മെന്റ് ആണ്. അതാണ് പറഞ്ഞത്, മണ്ണിലുള്ള ട്രീറ്റ്മെന്റ് ആണ്. അപ്പോൾ ഹരിതസഞ്ജീവനിയുടെ ഒന്നാമത്തെ സ്റ്റേജ് അതായത് ഇരിക്കുന്നത് സോയിൽ ഹെൽത്ത് ഇംപ്രൂവർ. സോയിൽ ഹെൽത്ത് ഇംപ്രൂവർ മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോ ജെർമിനേഷൻ ആൻഡ് എസ്റ്റാബ്ലിഷ്മെന്റ്, ഒരു ചെടി വളരാനും അത് മുളയ്ക്കാനും വളരാനുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റേജിന്റെ ഡ്യൂട്ടി. രണ്ടാമത്തേത് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ട്രീറ്റ്മെന്റ്. ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് 750 ഗ്രാം 1 ഏക്കറിനുള്ള സാധനത്തിന്റെ ഡിവിഷൻ എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ പാക്കറ്റിൽ 250 ഗ്രാം ഉണ്ടാവും പൊടി. അതിങ്ങനെ പാക്ക് ചെയ്ത് സീൽ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അതിനകത്തൊരു മെഷറിംഗ് കപ്പ് ഉണ്ടാവും, ചെറിയൊരു സ്പൂണ് പോലൊരു സാധനം. ഇപ്പോ ഒരു എന്താ പറയാ, ഒരു കോൺ, പേപ്പർ കൊണ്ട് മടക്കിയ ഒരു കോൺ ഉണ്ട്. അതിനകത്ത് 5 ഗ്രാം 10 ഗ്രാം അങ്ങനെ നമുക്ക് ആ പൊടി ഇട്ട് കഴിഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൊണ്ട് തന്നെ അതിൽ അളവുണ്ട്. അങ്ങനെ വേണമെങ്കിൽ അളന്നെടുക്കാവുന്ന തരത്തിലുള്ള സംഭവമുണ്ട്. ഞാൻ ഇനി ഇതിന്റെ ഒരു സെക്കൻഡ് സ്റ്റേജ് നാളെ കാണിക്കാം. അപ്പൊ ഞാൻ കുറച്ച് സാധനങ്ങളുടെ നമുക്ക് കാണിച്ചു തരാം. അപ്പോ രണ്ടാമത്തെ സ്റ്റേജ് നോക്കൂ, 100 ഗ്രാം ആണ്. മൂന്നാമത്തെ സ്റ്റേജ് 150 ഗ്രാം ആണ്. നാലാമത്തെ സ്റ്റേജ് 250 ഗ്രാം ആണ് ഒരു പാക്കറ്റാണുള്ളത്. അപ്പൊ നമ്മൾ ഈ വലിയ ബോക്സ് തുറന്നു കഴിയുമ്പോൾ ഇതായിരിക്കും കിട്ടുക. അപ്പം സാധാരണഗതിയിൽ വളം, 1 ഏക്കറിന് വളം എന്ന് പറഞ്ഞാൽ ഒരു 8-10 ചാക്കുണ്ടാകും. ഇതൊക്കെ പ്രതീക്ഷിച്ച് വരുന്ന ആൾക്ക് ഇത് കാണുമ്പോൾ ഇതുകൊണ്ട് എന്താവാനാന്ന് ചോദിക്കുന്നുണ്ടാവും. അതാ ഞാൻ പറഞ്ഞത്, ഹൈലി കോൺസെൻട്രേറ്റഡ് ഓർഗാനിക് പാർട്ടിക്കിൾ. അത് വെള്ളത്തിൽ ലയിച്ച് കഴിയുമ്പോൾ ഓരോ കണികകളും 10,000 വലിയ കണികകളായിട്ട് അത് ഡിവൈഡ് ആകും, അല്ലെങ്കിൽ പെരുകും, വളരും. എന്നിട്ടാണ് അത് മണ്ണിൽ പ്രവർത്തിക്കാൻ പോകുന്നത്. അതിന് ഉപയോഗിച്ചിരിക്കുന്ന സാങ്കേതിക വിദ്യ, ലോകത്തിലെ തന്നെ കൃഷിയിൽ ഏറ്റവും വിദഗ്ധരാണെന്ന് പേര് കേട്ടിട്ടുള്ള ഇസ്രായേൽ ടെക്നോളജിയാണ് ഇതിന്റെ പശ്ചാത്തലം. അപ്പൊ ഇസ്രായേൽ ടെക്നോളജിയിലാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ഉണ്ടാക്കുന്ന കമ്പനി നാസിക്കിലാണ്. അപ്പൊ രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് വെജിറ്റേറ്റീവ് ഗ്രോത്ത്, ചെടിയുടെ വളർച്ച. മൂന്നാമത്തെ സ്റ്റേജ് ഫ്ലവറിംഗ് ആൻഡ് റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്നു, ഉണ്ടാകുന്ന പൂക്കളെ സംരക്ഷിക്കുന്നു, അത് കായായിട്ട് മാറാൻ സഹായിക്കുന്നു. നാലാമത്തേത് മച്യൂരിറ്റി ആൻഡ് എന്താ പറയുക, അതിന്റെ വളർച്ച. ഇതാണ് 4 സ്റ്റേജ് ആയിട്ട് പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം, എങ്ങനെയാണ് അത് ഉപയോഗിക്കേണ്ടത്. എ യുണീക്ക് ഹൈലി കോൺസെൻട്രേറ്റഡ് ട്രീറ്റ്മെന്റ് ടു മേക്ക് സോയിൽ ഫെർട്ടൈൽ ആൻഡ് പ്രൊഡക്റ്റീവ്. മണ്ണ് പോഷകസമ്പുഷ്ടമാക്കാനുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് ഈ ഒന്നാമത്തെ സ്റ്റേജിലുള്ളത്. ഇത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്?
ഇതിന് നമുക്ക് ചില വീഡിയോ ഒക്കെ ഉണ്ട്, പക്ഷെ ഇന്ന് ഞാൻ വീഡിയോ ഒന്നും കാണിക്കുന്നില്ല. ജസ്റ്റ് ഈ പ്രോഡക്റ്റുകളൊന്ന് പരിചയപ്പെടുത്താണ് ഇന്നത്തെ സെഷനുള്ളത്. അപ്പോൾ ഹൈലി കോൺസെൻട്രേറ്റ് ഞാൻ പറഞ്ഞു, വളരെ ചെറിയ തരികളായിട്ടാണ് ഇത്. വെള്ളത്തിലിട്ടാൽ പൂർണ്ണമായിട്ട് ലയിക്കും. ഒരു ഗ്ലാസ് ചില ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്ത് അതിനകത്ത് ഞങ്ങൾ ഒരു 2-3 തരിയിട്ട് കാണിച്ചു കൊടുക്കും. അപ്പൊ ആ വെള്ളത്തിന് മൊത്തം കളർ മാറും. അങ്ങനെയാണ് ഇത്. ഹൈലി കോൺസെൻട്രേറ്റ് ആണ്. ഇത് വളരെ ശരിക്കും സ്പ്രെഡ് ആകും എന്ന് നമുക്ക് ആളുകൾ കാണിച്ചു കൊടുക്കാം. എങ്ങനെയാണ് ഈ ഒന്നാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്യേണ്ടത്? അല്ലെ, ചാക്ക് കണക്കിന് സാധനം കൊണ്ടുപോയി പറമ്പിൽ തെങ്ങിന്റെയും വാഴയൊക്കെ ചോട്ടിൽ ഇട്ടുകൊണ്ടിരുന്ന ആൾ ഇതിങ്ങനെ എന്ത് ചെയ്യും? യെസ്, അതിന് വഴി എന്ന് പറയുന്നത് കൃഷിയിടത്തിലെ മണ്ണിലോ, അതായത് മണ്ണിൽ മിക്സ് ചെയ്യാം. ഏതെങ്കിലും രാസവളം ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ രാസവളത്തിൽ മിക്സ് ചെയ്ത് ഉപയോഗിക്കാം. ഏതെങ്കിലും നാടൻ വളപ്രയോഗങ്ങൾ, പരമ്പരാഗത രീതിയിലുള്ള വളപ്രയോഗങ്ങൾ ചെയ്യുന്നവരാണെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് ഉപയോഗിക്കാം. അതല്ലെങ്കിൽ വെറുതെ വെള്ളത്തിൽ കലക്കി ചെടിയുടെ ചോട്ടിൽ അല്ലെങ്കിൽ വൃക്ഷത്തിന്റെ ചോട്ടിൽ കൊടുക്കാം. ഇത് ഏത് രീതിയിൽ വേണം ചെയ്യാം എന്ന് പറഞ്ഞാൽ അപ്പോൾ ചോദിക്കുക, ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞിട്ട് പിന്നെ രാസവളത്തിന്റെ കൂടെ പറഞ്ഞതോ? കാരണം രാസവളം ഉപയോഗിച്ച് കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്നവർ ഒറ്റയടിക്ക് അത് മാറ്റിയിട്ട് ഇതിലേക്ക് വന്നാൽ റിസൾട്ട് കിട്ടില്ല. കാരണം എന്താ? വളം എന്ന് പറയുന്നത് ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അതിനകത്തുള്ള ന്യൂട്രിയൻസ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷെ ഇതെന്താ ചെയ്യുന്നത്? ഇത് ചെയ്യുന്നത് മണ്ണിനെ ട്രീറ്റ് ചെയ്യാണ്. ആ ട്രീറ്റിൽ എന്താണ് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഇത് മിക്സ് ചെയ്ത് കൊടുക്കേണ്ട രീതിയാണ്, ആപ്ലിക്കേഷൻ മെത്തേഡാണ് ഇപ്പൊ പറഞ്ഞത്. ഇതാ ആ 3 രീതി ഇവിടെ കാണിക്കുന്നുണ്ട്. ഇതാ മണ്ണിനകത്ത് മിക്സ് ചെയ്തു. ഇനിയിപ്പോ രാസവളത്തിന്റെ കൂടെ എന്ന് പറഞ്ഞു യൂറിയ, ഉദാഹരണം പറഞ്ഞാൽ യൂറിയ വെളുത്ത ക്രിസ്റ്റലായിട്ടാണ് വരുന്നത്. ഒരു പ്ലാസ്റ്റിക് ഷീറ്റിലേക്ക് യൂറിയ പൊട്ടിച്ചിട്ടു. ഈ ഹരിതഞ്ചിയുടെ ഒന്നാമത്തെ സ്റ്റേജ് അതിലേക്ക് പൊട്ടിച്ചിടുന്നു. അല്പം വെള്ളം ഇങ്ങനെ തെളിക്കുന്നു. അപ്പൊ ആ യൂറിയക്ക് ചെറിയ നനവുണ്ടാവും. എന്നിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്മി യോജിക്കാം. കുഴപ്പമൊന്നുമില്ല, കൈക്കൊന്നും ഒരു കുഴപ്പമൊന്നും വരികയില്ല. ഇത് 100% ഓർഗാനിക് ആണ്. ഇത് ഉപയോഗിക്കുന്നുണ്ട് ആർക്കും അല്ലെ പ്രകൃതിക്കോ ജീവജാലങ്ങൾക്കൊന്നും ഒരു ദോഷമുള്ള ഒരു സംഗതി ഇതിനകത്തില്ല. അങ്ങനെ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഇതാ ഈ യൂറിയ ഇതേപോലെ ആവും. ഈ യൂറിയ നമുക്ക് ഇങ്ങനെ വാരിക്കാം. അതിന് പകരം മണ്ണിനകത്താണെങ്കിൽ മണ്ണിനകത്താക്കാം, അതല്ലെങ്കിൽ വെള്ളത്തിൽ മിക്സ് ചെയ്താക്കാം. എങ്ങനെയാണെങ്കിൽ നമ്മൾ പറമ്പിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി അത് എപ്പോഴാണ് അപ്ലൈ ചെയ്യേണ്ടത്? ശരിക്കും പറഞ്ഞാൽ ഒരു ചെടി നടുന്നതിന് മുമ്പ് ആ മണ്ണ് തയ്യാറാക്കുമ്പോൾ ഹരിതഞ്ചിയുടെ ഒന്നാമത്തെ സ്റ്റേജ് മിക്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇനി അയ്യോ ഇതൊക്കെ അറിഞ്ഞപ്പോൾ ഞാൻ ഓൾറെഡി കുറച്ച് ചെടി നട്ടുപോയല്ലോ, കുഴപ്പമില്ല. സാധാരണഗതിയിൽ ഒറ്റത്തവണ മാത്രം വിളവ് തരുന്ന ചെടികൾക്കാണെങ്കിൽ നട്ട് 30 ദിവസം വരെയും അല്ലെ 30 ദിവസത്തിനുള്ളിലും നമുക്ക് ഇത് അപ്ലൈ ചെയ്യാം. റിസൾട്ട് ഒരുപോലെ ആയിരിക്കും. പിന്നെ ചെടിയുടെ ദൈർഘ്യം അനുസരിച്ച് അതിൽ ചെറിയ ഏറ്റക്കുറച്ചിലുണ്ടാവും. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ചീര നട്ട 28 ദിവസം കൊണ്ട് വിളവെടുക്കാം. അപ്പോൾ അതിന് 30 ദിവസം കഴിഞ്ഞാൽ പറ്റുമോ? ഞാൻ പറഞ്ഞത് അങ്ങനെ നമ്മുടെ എന്താ പറയുക ഔചിത്യം ഉപയോഗിച്ച് വേണം അതിനെ വിലയിരുത്താൻ. ഇപ്പൊ മണ്ണിന്റെ ഘടനയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഒരു മണ്ണിന്റെ ഘടനയാണ്. ഇതൊക്കെ ആരാ പഠിക്കാൻ പോകുന്നത്? അല്ലെ, അഗ്രികൾച്ചറൊക്കെ പഠിക്കുന്ന ആൾക്ക് പഠിക്കേണ്ട കാര്യം. പക്ഷെ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നു, എന്താണ് ഇതിന്റെ പ്രവർത്തന രീതി എന്ന് മനസ്സിലാകുമ്പോഴാണ് ഇതിൽ നമുക്ക് കൂടുതൽ വിശ്വാസ്യത ഉണ്ടാവുക. അതുകൊണ്ടാണ് ഈ മണ്ണിനെ കുറിച്ച് കാണിച്ചിരിക്കുന്നത്. ഒരു മണ്ണിന്റെ ഘടന എടുക്കുമ്പോൾ അതിനകത്ത് 20 മുതൽ 30% വരെ വായുവിനുള്ള സ്ഥലം, മണ്ണ് എന്താ പറയുക വെള്ളത്തിനുള്ള സ്ഥലം, 5% ഓർഗാനിക് കാർബൺ, 45% മിനറൽസ്. അതാണ് ചെടിക്ക് വേണ്ട പോഷകങ്ങൾ എന്ന് പറയുന്നത്. ഇതായിരിക്കണം മണ്ണിന്റെ ഒരു ഘടന. പക്ഷേ ദീർഘകാലമായി രാസവളം ഉപയോഗിക്കുമ്പോൾ രാസവളം ഉണ്ടാക്കുന്ന രീതി ഇത് പറയുന്നത് പോളിമറാണ് അതിന്റെ കാരിയർ. അതായത് ഫാക്ടർ ഓഫ് ഫോഴ്സ് 20-20-0-15. പണ്ടൊരു പരസ്യം കേട്ടിട്ടുണ്ട് അല്ലെ, 20-20-0-15. അപ്പോ 4 തരത്തിലുള്ള വളമാണ് ആ എന്താ പറയാ ഈ പറയുന്ന നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. അതിനെ ചെടിയുടെ ചുവട്ടിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള കാരിയർ. അതിനകത്ത് നിങ്ങൾ 100 കിലോ മണ്ണിൽ കൊണ്ടുവന്നിട്ടാൽ ഇതിനകത്ത് 20 കിലോയെ യഥാർത്ഥത്തിൽ വേണ്ട വളമുള്ളൂ. അതാണ് 20-20-15 എന്ന് പറയുന്നത്. അപ്പൊ ബാക്കി 15 എന്ന് പറഞ്ഞാൽ ബാക്കി 85 ഇതിന്റെ കാരിയറാണ്. 20 എന്ന് പറഞ്ഞാൽ ബാക്കി 80 അതിന്റെ കാരിയറാണ്. അത് ഒരുതരം മൈക്രോ പ്ലാസ്റ്റിക് ആണ്. അത് മണ്ണിൽ വീണ് കഴിഞ്ഞാൽ അത് മണ്ണിൽ അലിഞ്ഞു ചേരില്ല, ആവിയായി പോകില്ല, മണ്ണിനടിയിലേക്ക് ഇറങ്ങി പോവുകയില്ല. അപ്പൊ എന്ത് സംഭവിക്കും? ഈ മണ്ണിന്റെ ഘടനയിൽ നോക്കൂ, 30%-ഓളം 20 മുതൽ 30% വരെ വെള്ളവും വായുവുമാണ്. നമ്മൾ ഒരു പ്രാവശ്യം രാസവളം ഇട്ടു, അതിനകത്ത് ചെടിക്ക് ആവശ്യമുള്ള 20% ചെടി ഉപയോഗിക്കുന്നു. അതിൽ കുറച്ച് ആവിയായി പോകും, കുറച്ച് വെള്ളത്തിൽ അലിഞ്ഞ് റൂട്ട് സോണിന് താഴേക്ക് പോകും, ബാക്കി കുറച്ച് മാത്രമേ ചെടിക്ക് കിട്ടുകയുള്ളൂ. എന്നാൽ അലിഞ്ഞു ചേരാതെ ആവിയായി പോകാതെ കിടക്കുന്ന ഈ മൈക്രോ പ്ലാസ്റ്റിക് മണ്ണിലെ
എന്താ പറയുക, വായുവിന്റെയും വെള്ളത്തിന്റെയും സ്ഥലത്തേക്ക് കടന്നു കയറും. അങ്ങനെ പതുക്കെ 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 മണ്ണ് ഹാർഡായിട്ട് മാറും. ഇതാണ് ആക്ച്വലി ഇത്രയും കാലം കൊണ്ട് മണ്ണിനുണ്ടാകുന്ന നഷ്ടം. അങ്ങനെ വരുമ്പോൾ പതുക്കെ പതുക്കെ ഈ ഓർഗാനിക് കാർബണിന്റെ കണ്ടന്റ് അല്ലെങ്കിൽ അളവ് കുറഞ്ഞു കുറഞ്ഞു വരും. തരിശു ഭൂമിയായിട്ട് മാറും. ഓർഗാനിക് കാർബൺ ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത് ഒരു നല്ല മണ്ണിന് 5% വേണമെന്ന്. പക്ഷേ ഇന്ത്യയിൽ 1.8 വരെ മാക്സിമം ഉള്ളൂ എന്നാണ് പറയുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ റിട്ടയർഡ് കേണൽ രവി സാർ പറയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പറമ്പില് ഹരിസഞ്ജീവൻ ഉപയോഗിച്ചിട്ട് മണ്ണ് പരിശോധിച്ചപ്പോൾ pH വലിയ മാറ്റമുണ്ടായി. അതേപോലെ നമ്മൾ മണ്ണ് പരിശോധിക്കുമ്പോൾ ഓർഗാനിക് കാർബണിലും വ്യത്യാസം ഉണ്ടാകും. ഓർഗാനിക് കാർബൺ കൂടുമ്പോൾ 0.5 താഴെ ഓർഗാനിക് കാർബൺ ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ഒന്നും ഉണ്ടാവില്ല, തരിശാകും. നമ്മളിവിടുന്ന് കേരളത്തിൽ നിന്ന് ട്രെയിനിൽ പോവുകയാണെങ്കിൽ രാജസ്ഥാനിലോ ഒക്കെ പോകുമ്പോൾ ഇഷ്ടം പോലെ സ്ഥലം അപ്പുറം ഇപ്പുറം കിടപ്പുണ്ട്, ആർക്കും വേണ്ട. ഒരു ചെടി പോലുമില്ല. അവിടുത്തെ മണ്ണ് പ്രത്യേകത എന്തിനാ അവിടെ ഒന്നും പോകണ്ട. ആന്ധ്രാപ്രദേശിൽ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ കാണാം ഫലപുഷ്ടിയില്ലാത്ത മണ്ണ് കണ്ടമാനം. അപ്പൊ ആ മണ്ണൊക്കെ ഫലപുഷ്ടിയുള്ളതായിട്ട് മാറണമെങ്കിൽ അതിന് ഓർഗാനിക് കാർബൺ വേണം. അതിന് കാരണം രണ്ടാമത് കാണിച്ചിരിക്കുന്ന പടം നോക്കുക, ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം. ആ താഴിട്ട് പൂട്ടിയിരിക്കുന്നു. താഴ് കാണാൻ പറ്റുന്നുണ്ടോ ആർക്കെങ്കിലും ആ പടത്തിനകത്ത്? ഇത് കണ്ടിട്ട് എനിക്ക് മനസ്സിലായില്ലായിരുന്നു. പിന്നീട് ഞാൻ നോക്കുമ്പോഴാണ് ഇത് താഴിട്ട് പൂട്ടിയ പോലെ കിടക്കുന്നു. എന്താ അത്? 2 മൂലകങ്ങളെ സംയുക്തങ്ങളാക്കിയിരിക്കുന്നു. മണ്ണിൽ ചെടിക്ക് ആവശ്യമുള്ള പോഷകങ്ങൾ സ്വതന്ത്ര അവസ്ഥയിലാണെങ്കിൽ മാത്രമേ ചെടിക്ക് ആഗിരണം ചെയ്യാൻ കഴിയൂ. അപ്പോൾ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് കെമിക്കൽ പ്രോപ്പർട്ടീസ് മണ്ണിൽ എന്തൊക്കെയാ ഉള്ളത്? ചെടിക്ക് വേണ്ട ന്യൂട്രിയൻസിൽ പ്രൈമറി ന്യൂട്രിയൻസ് അല്ലെങ്കിൽ മെയിൻ ന്യൂട്രിയൻസ് പറയുന്നത് നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം. നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് കഴിക്കും? ചപ്പാത്തി, ചോറ്, ഇഡലി, അല്ലേ, കപ്പ. അതേപോലെ മെയിൻ കോഴ്സ്. സെക്കൻഡറി ന്യൂട്രിയൻസ് എന്തൊക്കെയാണ്? സാമ്പാർ, ചട്നി, സംഗതികളൊക്കെ. പക്ഷേ മൈക്രോ ന്യൂട്രിയൻസ്, സാമ്പാറും ചട്നിയൊക്കെ കൊണ്ട് വിനോദ് സാറെ ഉപ്പിട്ടില്ലെങ്കിലോ ബാക്കി കൊണ്ട് കഴിക്കാൻ പറ്റുമോ? അതേപോലെയാണ് ഉപ്പ്, പുളി, എരിവ് കൂടിപ്പോയാൽ കഴിക്കാൻ പറ്റില്ല, ഇല്ലെങ്കിൽ അതിന്റെ രുചി കിട്ടില്ല. അങ്ങനെയുള്ള മൈക്രോ ന്യൂട്രിയൻസ് 7 അങ്ങനെ 7, 6, 13 മണ്ണിൽ ചെടികൾക്ക് വേണ്ടത്. എല്ലാ ചെടിക്കും വേണ്ടതാണ്. പക്ഷെ അവർക്ക് വേണ്ടതിന്റെ അനുപാതത്തിൽ വ്യത്യാസമുണ്ട്, അല്ലെ? കൊച്ചു കുട്ടികൾക്ക് പാല് മാത്രം മതി, മുതിർന്നവർക്ക് പാലും ചായയും കൂടെ ആക്കും. ചിലർക്ക് നല്ല ചൂട് വേണം, അല്ലെ? ചിലർക്ക് ചൂട് പാടില്ല. അപ്പൊ ഇത്തരത്തിൽ ഓരോ ചെടിക്കും വേണ്ടത് മണ്ണിൽ അവർക്ക് ആവശ്യമുള്ളത് എടുക്കാൻ പറ്റുന്ന രീതിയിലുണ്ടെങ്കിൽ എല്ലാ ചെടിയിൽ നിന്നും വിളവുകൾ സമൃദ്ധമായിട്ട് വരും. ആലോചിക്കേ, ഭയങ്കര സയൻസാണ്. ഇതൊക്കെ ആരും ശ്രദ്ധിക്കാറുണ്ടോ? നമ്മൾ കിട്ടുന്ന സാധനം വാങ്ങിച്ച് കഴിക്കുള്ളൂ. ഒരേ മണ്ണിൽ അടുത്തടുത്ത് നമ്മൾ കാരറ്റ് നടുന്നു, കപ്പ നടുന്നു, ബീട്രൂട്ട് നടുന്നു, വാഴ നടുന്നു, അല്ലേ? കാരറ്റിന് അല്ലെങ്കിൽ കാരറ്റിന്റെ കളർ ഒരിക്കലും കപ്പയിൽ വരില്ല. കപ്പയുടെ കളർ ഉള്ളതുകൊണ്ട് ബീട്രൂട്ടിന്റെ കളർ കുറയില്ല. വാഴയ്ക്ക് ഒരിക്കലും താഴെ കായ ഉണ്ടാവില്ല, അതിന്റെ കൊല മുകളിൽ തന്നെ ഉണ്ടാവുള്ളൂ. ഈ സയൻസാണ് ഈ മണ്ണിലുള്ളത്. അപ്പോൾ എന്താ പറയാ, നിരന്തരമായി കിട്ടുന്ന എല്ലാ സാധനവും മണ്ണിലേക്ക് വലിച്ചെറിയുന്നതിലൂടെ മണ്ണിലേക്ക് വരുന്ന രാസപദാർത്ഥങ്ങൾ മണ്ണിലുള്ള സ്വതന്ത്ര മൂലകങ്ങളെ സംയുക്തങ്ങളാക്കുകയും ചെടിക്ക് ആഗിരണം ചെയ്യാൻ പറ്റാത്ത രീതിയിലാവുകയും ചെയ്യുന്നു. ഹരിത സഞ്ജീവനിയുടെ 1ാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം കൊണ്ട് നടക്കുന്ന അത്ഭുതങ്ങളിൽ പ്രധാനപ്പെട്ടത് ഈ സംയുക്തങ്ങളെ അത് വിഘടിപ്പിക്കും. ചെടിക്ക് ആവശ്യമുള്ള സമയത്ത് ആഗിരണം ചെയ്യാവുന്ന തരത്തിൽ സ്വതന്ത്ര രൂപത്തിലാക്കും. അതുപോലെ മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ലയിപ്പിക്കും. അങ്ങനെ മണ്ണിൽ ലയിക്കാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ലയിപ്പിക്കുമ്പോൾ മണ്ണ് മൃദുവാകും. മണ്ണ് മൃദുവാകുക എന്ന് പറഞ്ഞാൽ വായുസഞ്ചാരം കൂടും, ജലസംഭരണ ശേഷി വർദ്ധിക്കും, വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി വർദ്ധിക്കും. അങ്ങനെ വരുമ്പോൾ മണ്ണ് കൂടുതൽ മൃദുവാകും. മണ്ണ് മൃദുവാകുമ്പോൾ ധാരാളം ചെറിയ വേരുകൾ ഉണ്ടാകും ചെടിയിൽ. അങ്ങനെ ധാരാളം വേരുകൾ ഉണ്ടാകുമ്പോൾ വേരോട്ടം കൂടുമ്പോൾ ചെടിക്ക് കൂടുതൽ ദൂരെ നിന്ന് ആവശ്യത്തിന് പോഷകങ്ങൾ വലിച്ചെടുക്കാൻ കഴിയുമ്പോൾ ചെടി സമൃദ്ധമായിട്ട് വളരും. ഇതാണ് ഹരിത സഞ്ജീവനിയുടെ 1ാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം കൊണ്ടുണ്ടാകാൻ പോകുന്ന കാര്യങ്ങൾ. മാത്രമല്ല, ഇതുകൊണ്ട് തീർന്നില്ല. അങ്ങനെ മണ്ണിൽ ദോഷമുള്ള രാസപദാർത്ഥങ്ങളുടെ സാന്നിധ്യം ഒഴിവാവുകയും വായുസഞ്ചാരം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ മണ്ണിനെ, കേട്ടിട്ടില്ലേ, കൃഷിക്കാരുടെ മിത്രമാണ് മണ്ണിരായെന്ന്, അല്ലേ? ഇന്ന് എവിടെയെങ്കിലും മണ്ണിരെ കാണാനുണ്ടോ? പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ലാബിലൊക്കെ എന്താ പറയാ, ഇത് പരീക്ഷ നടത്താൻ കൊണ്ടുപോകാൻ പറയുമ്പോൾ എല്ലാവരും ഇഷ്ടം പോലെ കൊണ്ടുപോയിരിക്കും. ഇന്നിപ്പോ എവിടെ പോയി വാങ്ങിക്കും? എന്താ പറയാ, ആമസോണിലൊക്കെ ഓർഡർ ചെയ്ത് വരുത്തണം മണ്ണരെ, അല്ലാതെ എവിടെയും കിട്ടാനില്ല. അപ്പോ ചെടിക്ക് അനുകൂലമായ
അണുക്കൾ, കീടങ്ങൾ ഒക്കെ മണ്ണിൽ ധാരാളം ഉണ്ടാകും. അങ്ങനെ ബയോളജിക്കൽ പ്രോപ്പർട്ടീസ്, ബെനിഫിഷ്യൽ ബാക്ടീരിയസ് ഒക്കെ വർദ്ധിക്കും. മണ്ണ് വളരെ സമൃദ്ധമാകും. എന്താണ് ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം കൊണ്ട് നടക്കാൻ പോകുന്നത് എന്ന് ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഡിസോൾവ് ദ ഇൻസൊല്യൂബിൾ മെറ്റീരിയൽ ഇൻ സോയിൽ ആൻഡ് മേക്ക് ദ സോയിൽ പോറസ്. വായുസഞ്ചാരമുള്ള വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി ഉള്ള മണ്ണായിട്ട് അതിനെ മാറ്റും. ഇൻക്രീസ് വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, മോർ ഗ്രോത്ത് ഫോർ ദ വൈറ്റ് റൂട്ട് ഓഫ് ദ ക്രോപ്പ്. ഈ കാണിച്ചിരിക്കുന്നത് എത്രയോ കാലം അന്ന് മുതലേ കാണിക്കുന്നതാണ്. ഒരേ സമയത്ത് ഒരു പറമ്പിൽ അപ്പുറം ഇപ്പുറയും തടന്നു, ഒരെണ്ണം ഹരിസഞ്ജീവൻ ഉപയോഗിച്ചു, ഒരെണ്ണം ഹരിസഞ്ജീവൻ ഇല്ലാതെയും. അതിന്റെ വേരുകൊണ്ടും അതിന്റെ വളർച്ച നമുക്ക് മനസ്സിലാകും. ആ വെളുത്ത വേരുകൾ, ചെറിയ ചെറിയ നാല് വേരുകൾ ധാരാളം ഉണ്ടായിരിക്കുന്നതിന് കാരണം മണ്ണ് വളരെ സോഫ്റ്റ് ആയിരിക്കുന്നു. ഹരിതസഞ്ജീവിനി നിങ്ങൾ മണ്ണിൽ അപ്ലൈ ചെയ്തിട്ട്, ഈ പറയുന്ന ഒന്നാമത്തെ സ്റ്റേജ് മണ്ണിൽ അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 7 ദിവസം, 7 മുതൽ 10 ദിവസം കഴിഞ്ഞ് നിങ്ങൾ ആ മണ്ണിലൂടെ നടന്നു നോക്കുക. നിങ്ങളുടെ കാല് ഇങ്ങനെ പൊതഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടും. സിമ്പിളാണ്. നമ്മളൊരു ഹരിതസഞ്ജീവനി വാങ്ങിക്കുന്നു, 2 തടമെടുക്കുന്നു. ഞങ്ങളുടെ നാട്ടിൽ തടം എന്ന് പറയാ, ഏരി അല്ലേ. അതെടുത്തിട്ട് ഒരെണ്ണത്തിൽ ഹരിതസഞ്ജീവനി അപ്ലൈ ചെയ്യുക, ഒന്നിനകത്ത് അപ്ലൈ ചെയ്യാതിരിക്കുക. ഞാൻ പറഞ്ഞത് സ്വയം മനസ്സിലാക്കാനുള്ള പരീക്ഷണമാണ്. എന്നിട്ട് ഈ പറഞ്ഞ രീതിയിൽ അപ്ലൈ ചെയ്തിട്ട് ഒരു 7 ദിവസം കഴിഞ്ഞ്, 7 or 10 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ അതിന്റെ മുകളിലൂടെ നടന്നു നോക്കുക. ഹരിതസഞ്ജീവിനി അപ്ലൈ ചെയ്ത മണ്ണ് നിങ്ങളുടെ കാല് താഴ്ന്നു പോകും, മറ്റേത് അങ്ങനെ ഹാർഡായിട്ട് നിൽക്കും. ആ വ്യത്യാസം ആണ് അതിന്റെ റിസൾട്ട്. അതുകൊണ്ടാണ് ചെടിയിൽ ഈ മാറ്റം ഉണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചെടിക്ക് ആഹാരം കൊടുക്കുന്നത് ഈ ചെറിയ നാരുവേരുകളാണ്. അത് ധാരാളം പോഷകങ്ങളുടെ ആവശ്യത്തിന് വലിച്ചെടുക്കുമ്പോൾ ബാലൻസ്ഡ് ഗ്രോത്ത്, ഓവർ ഗ്രോത്ത് അല്ല, ബാലൻസ്ഡ് ഗ്രോത്ത്. ബാലൻസ്ഡ് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ ഇലകള്, അതിന്റെ ഷേപ്പ്, നിറം, പുഷ്ടി, ഹരിതഗണം, ഇതിലൊക്കെ മാറ്റം ഉണ്ടാകും. ഹെൽപ്സ് ഇൻ സപ്ലൈയിങ് മൈക്രോ ന്യൂട്രിയൻസ് ടു ദ ക്രോപ്പ്, മോർ ഗ്രോത്ത് ഓഫ് വൈറ്റ് റൂട്ട്സ് ഓൺ ദ ക്രോപ്പ്. ചെറിയ വേരുകൾ ധാരാളം ഉണ്ടാകുന്നു, അതുകൊണ്ട് തന്നെ ന്യൂട്രിയൻസ് ധാരാളം കിട്ടുന്നു. അതുപോലെ തന്നെ മണ്ണിൽ ബെനിഫിഷ്യൽ മൈക്രോ ഫ്ലോറ ധാരാളമായിട്ട് ഉണ്ടാകുന്നു. അത് മണ്ണിന്റെ പ്രൊഡക്ടിവിറ്റി കൂടാൻ സഹായിക്കുന്നു. ഒപ്പം ഓർഗാനിക് കാർബണിന്റെ വർധനവിനും അത് സഹായിക്കുന്നു. ഇതാണ് ഹരിതസഞ്ജീവനിയുടെ ഒന്നാമത്തെ സ്റ്റേജ് പ്രയോഗിച്ചാലുണ്ടാകുന്ന റിസൾട്ട്. ഹരിതസഞ്ജീവനി ഉപയോഗിച്ചുള്ള ധാരാളം ആളുകളുണ്ട്. നന്നേറ്റം പോലെ ഉപയോഗിച്ച ആളുകൾ, നെൽകൃഷിയൊക്കെ ചെയ്ത ആളുകൾ. ഇതാ കണ്ടില്ലേ, ഒരു കർഷകൻ ഒരു പാടത്തിന്റെ ഒരു വരമ്പിന്റെ അപ്പുറം ഇപ്പുറയും ഒന്നിൽ ഹരിതസഞ്ജീവനി ഉപയോഗിച്ചു, ഒന്നിൽ ഉപയോഗിച്ചിട്ടില്ല. അങ്ങനെ ചെയ്തെടുത്ത് ഉള്ള റിസൾട്ട്. ഇത് വെറുതെ പറയുന്നതല്ല. നിങ്ങളിപ്പോൾ യൂട്യൂബ് നോക്കിക്കഴിഞ്ഞാൽ, ഇന്നലെ ഞാൻ കണ്ടത് ഈ ജലസഞ്ചയൻ ഉപയോഗിച്ച ഒരു റിസൾട്ട് ചോളത്തിന് ഒരു കൃഷിക്കാരൻ പറയുന്നുണ്ട്. അത് അയാളുടെ തന്നെയാണ് പറമ്പ്. ഒന്ന് ജലസഞ്ചയൻ ഹരിതസഞ്ജയൻ ഉപയോഗിച്ചിരിക്കുന്നത്, മറ്റോ ഉപയോഗിച്ചിട്ടില്ല. രണ്ടിൽ നിന്നും ഓരോ ചോളം പറിച്ചെടുത്ത് അദ്ദേഹം പൊളിച്ച് കാണിക്കുന്നുണ്ട്. ആനയും ആടും നമ്മുടെ വ്യത്യാസം, അജഗജാന്തര വ്യത്യാസം. അത് തന്നെയാണ് നമുക്ക് റിസൾട്ടായിട്ട് കിട്ടുന്നത്. ഓക്കെ, ഹരിതസഞ്ജയൻ തീരില്ല. രണ്ടാമത്തേത്, ഒന്നാമത്തെ സ്റ്റേജ് മണ്ണിൽ ഉപയോഗിക്കേണ്ടതാണ്, മണ്ണിൽ ഉപയോഗിക്കേണ്ട രീതി പറഞ്ഞു. രണ്ടാമത്തെയും മൂന്നാമത്തെയും നാലാമത്തെ സ്റ്റേജ് വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ സ്പ്രേ ചെയ്യുന്ന ആ ലായനിയുടെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് 1 gram പൊടി 1 ലിറ്റർ വെള്ളം. ഇപ്പൊ നമുക്ക് എത്ര സ്പ്രേ ചെയ്യാൻ ആവശ്യമുണ്ടോ അത്രയും. ഇപ്പൊ തന്നിരിക്കുന്നത് 1 ഏക്കറിനുള്ളതാണ്. 1 ഏക്കർ നിങ്ങൾക്ക് ആവശ്യം വരുന്ന കണക്കിലാണെങ്കിൽ 1 ഏക്കറിന് എടുക്കുക. അതല്ലെങ്കിൽ 1/2 ഏക്കറോ 1/4 ഏക്കറോ ഉള്ളെങ്കിൽ അതനുസരിച്ച്. ഇനി ഇവിടെയും വ്യത്യാസം വരും. ഉപയോഗിക്കുന്ന ചെടി ഏതാണോ, ധാരാളം ഇലകളുള്ളതാണ്, ഇലയിൽ കൂടുതൽ സ്പ്രേ ചെയ്യണമെങ്കിൽ നമുക്ക് അത്രയും വേണ്ടി വരും, അല്ല കുറച്ച് മതിയാവും. അങ്ങനെ ഇലകളിൽ സ്പ്രേ ചെയ്യുമ്പോൾ എപ്പോഴാണ് സ്പ്രേ ചെയ്യേണ്ടത്? നമുക്ക് ഈ ഹരിതസഞ്ജീവനിയുടെ കൂടെ തന്നെ ഒരു ലീഫ്ലെറ്റ് തരും. ഓരോ ചെടികളെയും വർഗീകരണം ചെയ്തിട്ടുണ്ട്. പയറുവർഗ്ഗങ്ങൾ, ചീരവർഗ്ഗങ്ങൾ, അങ്ങനെ ഓരോന്നിനും. അതായത് ചെടി നട്ട് അതിൽ എത്ര കാലത്തിന് ശേഷമാണ് വിളവുണ്ടാകുന്നത്, എത്ര കാലം അതിന് ദൈർഘ്യമുണ്ട്, ഇത് കണക്കാക്കി അതിൽ നട്ട് ഫലമുണ്ടാകുന്നത് വരെ ഉള്ള സമയത്തെ 4 ആയിട്ട് ഡിവൈഡ് ചെയ്യുക. നടുമ്പോൾ 1, ആ 4-ൽ 1 രണ്ടാമത്തെ സ്റ്റേജിൽ ഇത് സ്പ്രേ ചെയ്യുന്നു, മൂന്നാമത്തെ സ്പ്രേ ചെയ്യുന്നു, നാലാമത്തെ സ്പ്രേ ചെയ്യുന്നു. നാലാമത്തെ സ്പ്രേ, അതായത് മൂന്നാമത്തെ സ്പ്രേ അഥവാ നാലാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അതിന്റെ ലൈഫിൽ 4-ൽ 1 മിച്ചം ഉണ്ടായിരിക്കണം. ഇപ്പോൾ 10 മാസം ലൈഫുള്ള, 10 മാസം കൊണ്ട് വിളവെടുക്കാവുന്നതാണെങ്കിൽ 7.5 മാസം ആകുമ്പോഴേക്കും അതിന്റെ 4-ാമത്തെ സ്റ്റേജിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിരിക്കണം. ഇപ്പോൾ 3 മാസം കൊണ്ട് വിളവെടുക്കുന്നതാണെങ്കിലോ തീർച്ചയായിട്ടും അത്തരത്തിൽ 2 മാസം 5 ദിവസം കഴിയുമ്പോൾ അതിന്റെ 4-ാമത്തെ സ്റ്റേജിന്റെ ആപ്ലിക്കേഷൻ കഴിഞ്ഞിരിക്കണം. ഇങ്ങനെയാണ് അത് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എന്താണ് ഇതുകൊണ്ടുണ്ടാകുന്ന നേട്ടം? ബാലൻസ്ഡ് വെജിറ്റേറ്റീവ് ഗ്രോത്ത് ഓഫ് ദി ക്രോപ്പ്. ഇത് ശരിക്കും കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. ഹരിതഗണം ഭയങ്കര നല്ല തിളക്കമുള്ള പച്ച കളറായിരിക്കും, ഇലയ്ക്കൊക്കെ നല്ല പുഷ്ടിയായിരിക്കും, രോഗപ്രതിരോധ ശക്തി കൂടുതലുണ്ട്. ഇതിൽ കീടങ്ങളൊന്നും വരില്ല. കീടങ്ങൾ, പുഴുവും പ്രാണിയൊന്നും ഈ ഇലകളിൽ വരില്ല. അതൊക്കെ ശരിക്കും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. ഇൻക്രീസ് ഇൻ ദി സൈസ് ഓഫ് ലീവ്സ്, ഇൻക്രീസ് ക്ലോറോഫിൽ കോൺസെൻട്രേഷൻ, ബൂസ്റ്റ് ദ
ഫോട്ടോസിന്തറ്റിക് ആക്ടിവിറ്റി. അങ്ങനെ വരുമ്പോൾ ഫോട്ടോസിന്തസിസ്, പ്രകാശ സംശ്ലേഷണം ശക്തമായിട്ട് നടക്കും. ചെടിയിൽ ഉണ്ടാകുന്ന ഫലങ്ങൾ വളരെ പുഷ്ടിയായിട്ട് വരും. ഇൻക്രീസ് ഫെർട്ടിലിറ്റി ഓഫ് ക്രോപ്സ്, പ്രൊവൈഡ്സ് ഓർഗാനിക് നൈട്രജൻ ആൻഡ് ക്വിക്ക് ആൻഡ് ഈസി അബ്സോർപ്ഷൻ ബൈ ക്രോപ്പ്. അപ്പോൾ ചെടി സുശക്തമായിട്ട് വളരാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ സ്റ്റേജ് 150 ഗ്രാം ആണ്. ഇതും വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുന്നു. സെയിം ഫോർമുല. 1 ഗ്രാം 1 ലിറ്റർ വെള്ളം. ഇതിന്റെ പ്രയോഗം കൊണ്ടുണ്ടാകുന്ന റിസൾട്ട് ചെടിയിൽ, ഇതൊക്കെ ഹരിതസഞ്ജീവനി ശരിക്കും പറഞ്ഞാൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഒറ്റ പ്രാവശ്യം മാത്രം വിളവ് തരുന്നവയ്ക്ക് വേണ്ടിയാണ്. എന്നാൽ ഒന്നിലധികം തവണ വിളവ് തരുന്നവയ്ക്കാണെങ്കിൽ അതിന്റെ എന്താ പറയുക, ആപ്ലിക്കേഷൻ നമ്പർ കൂട്ടുക. ഒരു വർഷത്തിൽ 1 or 2 പ്രാവശ്യം അപ്ലൈ ചെയ്യാവുന്ന രീതിയിലാക്കുക. ഇപ്പോൾ തെങ്ങിനൊക്കെ ഇപ്പോൾ ഉപയോഗിക്കാവുന്ന രീതിയിൽ പ്രത്യേകമായിട്ടുള്ള സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലൊക്കെ ഉള്ളതുകൊണ്ട് ഹരിതസഞ്ജീവനി തന്നെ പല പ്രാവശ്യം ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഇതിന്റെ ഒരു പ്രയോഗ രീതി എന്ന് പറയുന്നത്, ചെടിയിൽ പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, ഇത് മൂന്നാമത്തെ സ്റ്റേജ് സ്പ്രേ ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു, പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുന്നു, ഉള്ള പൂക്കളൊക്കെ കായായിട്ട് മാറുന്നു. ഇത് മൂന്നും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാപ്പിത്തോട്ടം ഉള്ളവർക്കറിയാം, കാപ്പിയിൽ പൂ വരുന്നത് പെട്ടെന്നാണ്. എൻ്റെയൊക്കെ വീട്ടിൽ കാപ്പിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു ദിവസം കിടന്നവർക്ക് രാവിലെ എണീറ്റ് നോക്കുമ്പോൾ നക്ഷത്രമെല്ലാം കാപ്പിയുടെ മുകളിൽ വന്ന പോലെ ആയിരിക്കും പൂ ഇങ്ങനെ നിറഞ്ഞു നിൽക്കണേ. കുറച്ച് കഴിയുമ്പോൾ ആ കുറെ പൂക്കൾ കൊഴിഞ്ഞു പോകും. ഇനി ഏറ്റവും നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത്, തെങ്ങ് മുറ്റത്ത് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കറിയാം, തെങ്ങില് പൂക്കലുണ്ടായി കഴിഞ്ഞാൽ കുറേ ഇത് താഴെ വീണു പോകും. മുരിങ്ങ ഏറ്റവും എളുപ്പത്തിൽ ഓർക്കാൻ പറ്റുന്നത്, മുരിങ്ങപ്പൂ ആരും പറിച്ച് കറി വെച്ചിട്ടുണ്ടാവില്ല. കാരണം മുരിങ്ങ ഉണ്ടെങ്കിൽ പൂത്താൽ പൂവ് താഴെ വീണിട്ടുണ്ടാവും. ഈ താഴെ വീഴുന്ന മുരിങ്ങയുടെ പൂ മുഴുവൻ കായായിട്ട് മാറിയായിരുന്നെങ്കിൽ എന്തേലും മുരിങ്ങക്ക ഉണ്ടായേനെ. മാവിന്റെ മറ്റൊക്കെ പൂവുകൾ കൊഴിഞ്ഞു വീഴുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പക്ഷെ മുരിങ്ങയുടെ നമുക്കറിയാം എന്തുകൊണ്ടാണ് കൊഴിഞ്ഞു വീഴുന്നത്. ആ മണ്ണ് ഓർത്തു നോക്കുക. മുരിങ്ങയിൽ പൂ ഉണ്ടായി കഴിയുമ്പോൾ പൂവിന് വളരാൻ വേണ്ട വളമല്ല ചെടിയിൽ ഇലയുണ്ടാകാൻ വേണ്ടത്. ഇപ്പൊ പൂ ഉണ്ടായി പൂ വിരിയാൻ സമയത്ത് വേണ്ടി വരുന്ന പോഷകം ആവശ്യത്തിന് കിട്ടാതെ വരുമ്പോഴാണ് പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത്. ഇപ്പോ ഹരിതസഞ്ജീവിയുടെ ഒന്നാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം കൊണ്ട് മൈക്രോ ന്യൂട്രിയൻസ് ഇഷ്ടം പോലെ മണ്ണിലുണ്ട്. മണ്ണില് ഉള്ള പൂട്ടിയിട്ടിരുന്നതിനൊക്കെ തുറന്നു വിട്ടിരിക്കുകയാണ്. മാത്രമല്ല ചെടിക്ക് ഇഷ്ടം പോലെ വേരുമായി, അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും, പൂക്കൾ കൊഴിഞ്ഞു പോവില്ല. ഇത് തന്നെയാണ് ചെടിയിൽ നമ്പർ ഓഫ് ഫ്രൂട്ട്സ് കൂടാനുള്ള കാരണം. മാത്രമല്ല അങ്ങനെ പൂക്കൾ ഉണ്ടാകുന്നു, പൂക്കളൊക്കെ കായായിട്ട് മാറുന്നു, ചെടിക്ക് ക്ഷീണമുണ്ടാകാതെ സംരക്ഷിക്കുന്നു. ഇതാണ് ഇതിനകത്ത് നടക്കുന്നത്. കാർബൺ നൈട്രജൻ റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് 4th സ്റ്റേജിലേക്ക് വരുമ്പോൾ ഫലത്തിന്റെ, അതായത് അതിലുണ്ടാകുന്ന കായ എന്താണോ അതിന്റെ സംരക്ഷണം. അതും കായുണ്ടായിട്ട് കൊഴിഞ്ഞു പോകുന്നു. തെങ്ങിന്റെ മെച്ചിങ്ങ ഇഷ്ടം പോലെ കൊഴിഞ്ഞു പോകുന്നു അല്ലേ. ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു അതിന്റെ ചെടിയുടെ താഴെയുള്ള ഫലങ്ങൾക്ക് വലിപ്പം കൂടുതലുണ്ടാകും. മുകളിലേക്ക് പോകും തോറും വലിപ്പം കുറഞ്ഞു കുറഞ്ഞു വരും. ഒരു പ്ലാവില് തടിയിൽ കിടക്കുന്ന ചക്കയ്ക്ക് നല്ല വലിപ്പം ഉണ്ടാവും, അതിന്റെ ചുളയ്ക്കും ഗുരുവിനും ഒക്കെ വലിപ്പം ഉണ്ടാവും. അതേ പ്ലാവിന് മുകളിലുള്ള ചക്ക അത്രയും വലിപ്പമുള്ള എടുത്താലും അതിന്റെ ചുളയ്ക്കും ഗുരുവിനും അത്രയും വലിപ്പം ഉണ്ടാവില്ല. എന്താ കാരണം? ഈ താഴേന്ന് വലിച്ചെടുക്കുന്ന വളം മുകളിലേക്ക് എത്തുമ്പോൾ എല്ലാവർക്കും വീതം വെച്ച് കഴിയുമ്പോൾ തീർന്നു പോകും അല്ലെ. സദ്യക്ക് വിളമ്പാനിരിക്കുമ്പോൾ വിളമ്പുകാരൻ തുടങ്ങുന്നിടത്ത് ഇരിക്കുകയാണെങ്കിൽ നിറച്ച് കിട്ടും, അങ്ങേയറ്റത്ത് വരുമ്പോൾ ചിലപ്പം കുറച്ച് പോകും എന്ന് പറയുന്ന പോലെയാണ്. എന്നാൽ ഹരിത സഞ്ജീവനി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം കാരണം ഇതാ നോക്കുള്ളൂ. തക്കാളി ചെടിയിൽ താഴെ മുതൽ മുകളിൽ വരെ തക്കാളി ഒരുപോലെ. മാത്രമല്ല ഒരു ചെടിയിൽ ഒരു ഫലം ഉണ്ടായി കഴിഞ്ഞാൽ ഇലകൾ പതുക്കെ നശിച്ചു തുടങ്ങും, ഉണങ്ങും, പഴുക്കും, ഉണങ്ങിപ്പോവും. അതും വെണ്ടയും വാഴയും ഓർത്താൽ പെട്ടെന്ന് ഓർമ്മ വരും. വാഴ കൊലയ്ക്കുന്നതിന് മുമ്പ് 10, 12, 13 ഇല വരെ ഉണ്ടാവും. കൊല വെട്ടാൻ പോകുമ്പോൾ എത്ര ഇല ഉണ്ടാവും? കഷ്ടിച്ച് 3 ഇല ഉണ്ടാവും അല്ലേ. അതേപോലെ വെണ്ടയാണെങ്കിലോ കായ്ക്കുന്നതിന് മുമ്പ് കുറേ ഇലകളുണ്ടാവും. താഴത്തെ ഇലയ്ക്ക് വലിയ വട്ടം ഉണ്ടാവും. പക്ഷെ അവസാനം വെണ്ടയുടെ ഇലയെല്ലാം പോയി അവസാനം ഒരു വടി അതിന് മുകളിൽ ചെറിയൊരു വെണ്ടയ്ക്കായിട്ടായിരിക്കും വെണ്ടയെല്ലാം നിൽക്കുന്നത്. അതിന് കാരണം എന്താണ്? ചെടിയിൽ ഫലങ്ങൾ, കായകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ കായ്ക്ക് വേണ്ടത് കൊടുക്കാൻ വേണ്ടി ഇലകളിലേക്ക് ന്യൂട്രിയൻസിനെ വിടുന്ന വഴി അടച്ചു കളയും. അങ്ങനെ വരുമ്പോൾ ഇലകൾ പെട്ടെന്ന് ഉണങ്ങിക്കഴിഞ്ഞ് താഴെ വീണ് പോകും. പക്ഷെ ഹരിതസഞ്ജീവിയുടെ 4ാമത്തെ സ്റ്റേജിന്റെ പ്രയോഗം ആ ഇലകളെ പ്രൊട്ടക്ട് ചെയ്യും. ഇലകൾക്ക് തുടർന്ന് ന്യൂട്രിയൻസ് കൊടുത്തുകൊണ്ട് തന്നെ ഫലങ്ങൾക്ക് കൊടുക്കും. അങ്ങനെ വരുമ്പോൾ ഇല നശിച്ചാൽ എന്താ സംഭവിക്കുക? ഫോട്ടോസിന്തസിസ് നടക്കില്ല, പ്രകാശ സംശ്ലേഷണം നടക്കില്ല. അപ്പോൾ വാഴക്കൊല ഉണ്ടായതിന്റെ അടിയിലത്തെ പടല വിരിഞ്ഞു വരുന്ന സമയത്ത് 12 ഇലയുണ്ട്. മുകളിലത്തെ പടല വിരിഞ്ഞു വരുമ്പോൾ 4 ഇലയേ ഉള്ളൂ എങ്കിൽ താഴെ മുകളിലും കൂടെ കൊടുക്കാൻ വേണ്ട പ്രകാശ സംശ്ലേഷണം 4 ഇലയിൽ നടക്കില്ല. അങ്ങനെ വരുമ്പോൾ കായ ചെറുതായി പോകും. എന്നാൽ ഹരിതസഞ്ജീവിനി കൊടുക്കുന്നത് കൊണ്ട് ഇത് അങ്ങേയറ്റം വരെ നിൽക്കും. വാഴയുടെ ഇലയും കൂടുതൽ നിൽക്കും. മാത്രമല്ല ആവശ്യമുള്ള പോഷകം കിട്ടുമ്പോൾ
സത്യത്തിൽ വാഴയുടെ എന്താ പറയാ, വാഴക്കൊലയുടെ പടലെടുത്ത് നോക്കുമ്പോൾ അടിപ്പടലയും മുകളിലത്തെ പടലും തമ്മിൽ കായില് കാര്യമായ വലിപ്പ വ്യത്യാസം ഉണ്ടാവില്ല. തക്കാളിയൊക്കെ പറിച്ചെടുക്കുമ്പോൾ ഒരച്ചിൽ വാർത്തെടുത്തതുപോലെ എല്ലാം ഒരേ സൈസിലുണ്ടാവും, ഒരേ കളറിലുണ്ടാവും. ഇത് ഹരിസഞ്ജീവനി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്ന ആളുകളുടെ അനുഭവം കൊണ്ട് നമുക്ക് മനസ്സിലാകും. അപ്പോ ഒന്ന് സംഗ്രഹിച്ചാൽ, ഹരിസഞ്ജീവനി ഒന്നാം സ്റ്റേജ് മണ്ണിൽ ഉപയോഗിക്കേണ്ടതാണ്. അത് നോട്ട് യൂസ് ഫോർ സ്പ്രേയിങ് ഓൺ ക്രോപ്സ്. അബദ്ധവശാൽ ഒന്നാം സ്റ്റേജ് ചെടിയിൽ സ്പ്രേ ചെയ്യരുത്, ചെയ്യാനല്ല, അത് മണ്ണിൽ അപ്ലൈ ചെയ്യാനാണ്. മണ്ണിൽ അപ്ലൈ ചെയ്യേണ്ട രീതി പറഞ്ഞു എങ്ങനെയാണെന്നുള്ളത്. വെള്ളത്തിൽ ചേർത്തോ രാസവളങ്ങളുടെ കൂടെയോ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റു വളങ്ങളുടെ കൂടെയോ പറമ്പിലെ മണ്ണിൽ തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്ക് മണ്ണിൽ അപ്ലൈ ചെയ്യാം. ഹരിതസഞ്ജീവനി മണ്ണിൽ വീണതിന് ശേഷം വെള്ളം വീണാൽ മാത്രമേ അതിന്റെ പ്രവർത്തനം തുടങ്ങുകയുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് വേണം നമ്മൾ സെക്കൻഡ് സ്റ്റേജ് അപ്ലൈ ചെയ്യാൻ. ഇപ്പൊ ഏതെങ്കിലും കാരണവശാൽ നമ്മൾ നട്ടു ചെടി, ഇപ്പോൾ വാഴ നട്ടു സാറേ 3 മാസമായി, ഇനി എന്ത് ചെയ്യണം? അപ്പോൾ ഒന്നാമത്തെ സ്റ്റേജ് താമസിച്ചില്ലേ, വേണ്ടെന്ന് വെച്ചിട്ട് 2, 3, 4 പോകരുത്. ഫസ്റ്റ് സ്റ്റേജ് അപ്ലൈ ചെയ്താൽ മാത്രമേ ബാക്കി ചെയ്തിട്ട് കാര്യമുള്ളൂ. അതിനുള്ള ഡ്യൂറേഷൻ കുറഞ്ഞാലും കുഴപ്പമില്ല. 3 ആഴ്ച വേണ്ടടുത്ത് ഒരാഴ്ചയെങ്കിലും ഒന്നാമത്തെ സ്റ്റേജ് അപ്ലൈ ചെയ്തതിന് ശേഷം 5-6 ദിവസം 10 ദിവസം കഴിഞ്ഞിട്ട് വേണം സെക്കൻഡും തേർഡും ഒക്കെ അപ്ലൈ ചെയ്യാൻ. ഇനി സെക്കൻഡും തേർഡും അപ്ലൈ ചെയ്യാൻ തന്നിരിക്കുന്ന സമയം അത്രയും നമുക്ക് എടുക്കാനില്ലെങ്കിൽ ഒന്നിച്ച് ചേർത്ത് സ്പ്രേ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ശരിക്കും ഒറ്റയ്ക്ക് ചെയ്താൽ കിട്ടുന്ന റിസൾട്ട് അത്രയും കിട്ടിയില്ലെങ്കിലും നമുക്ക് നല്ലൊരു റിസൾട്ട്, അത് ചെയ്യാതിരുന്നാൽ കിട്ടുന്നതിനേക്കാൾ എന്തെങ്കിലും ഗംഭീരമായ റിസൾട്ട് കിട്ടും. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, 40 മുതൽ 400% വരെ വിളവിൽ വർധനവുണ്ടായി എന്ന് പറഞ്ഞാൽ 100 കിലോ കിട്ടിയ ആൾക്ക് 140 കിലോയും 400% എന്ന് പറയുമ്പോൾ 400 കിലോയും കിട്ടിയ അനുഭവമുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. ഓക്കെ, അപ്പോ യൂസ് ഫോർ സ്പ്രേയിങ് ഓൺ ക്രോപ്സ്, നോട്ട് അപ്ലൈ ഇൻ ദ സോയിൽ. 2, 3, 4 സ്റ്റേജ് മണ്ണിൽ അപ്ലൈ ചെയ്യാനല്ല, സ്പ്രേ ചെയ്യാനാണ്. സ്പ്രേ ചെയ്യുമ്പോൾ മറ്റേതിന്റെ കൂടെ വേണമെങ്കിൽ സ്പ്രേ ചെയ്തതിന് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്കൊരു ലേബർ കോസ്റ്റ് അഡീഷണൽ വരാത്ത വണ്ണം ഇതിനെ നമുക്ക് മാനേജ് ചെയ്യാം. കനോട്ട് മിക്സ് വിത്ത് എനി ആൽക്കലൈൻ മെഡിസിൻസ് ഓർ കോപ്പർ, സൾഫർ ഓർ ബോളോ മിക്സർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. എന്തിന്റെ കൂടെ വേണമെങ്കിലും എന്ന് പറഞ്ഞാൽ ഇത് ഒഴിച്ച് തുരിശ് പോലെയുള്ള ലായനികൾ അല്ലെങ്കിൽ ആൽക്കലൈൻ ആയിട്ടുള്ള സാധനങ്ങളോട് മിക്സ് ചെയ്യാതിരിക്കാൻ ശ്രദ്ധിക്കുക. സോയിൽ ഷുഡ് ബി വെറ്റ് വൈൽ സ്പ്രേയിങ്, അതായത് 2, 3, 4 സ്റ്റേജ് സ്പ്രേ ചെയ്യുന്ന സമയത്ത് മണ്ണ് നനഞ്ഞിരിക്കണം. അപ്പം തലേ ദിവസം മണ്ണ് നന്നായിട്ട് നനച്ചതിന് ശേഷം രാവിലെ സ്പ്രേ ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. സ്പ്രേയിങ് 2, 3, 4 സ്റ്റേജിന് സ്പ്രേ ചെയ്യുന്നത് രാവിലെ 11 മണിക്കും വൈകുന്നേരം 5 മണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. അതായത് 11 മണിക്ക് മുമ്പ് ചെയ്യുക, അല്ലെങ്കിൽ വൈകുന്നേരം 5 മണിക്ക്. കാരണം എന്താണ്, ചൂട് കൂടുതലുള്ള സമയത്ത് ചെടികളിലെ പോർസ്, ചെടിയുടെ ഇലയിലെ ചെറിയ സുഷിരങ്ങളുണ്ട്, അത് അടഞ്ഞിരിക്കും. അപ്പൊ സ്പ്രേ ചെയ്യുമ്പോൾ അത് ശരിക്കും ഫലം കിട്ടില്ല. പിന്നെ ഇതെല്ലാം മനുഷ്യനും മൃഗങ്ങൾക്കും എല്ലാം സേഫാണ്, ഒരു തരത്തിലുള്ള ദോഷം ഉണ്ടാക്കുന്നില്ല. ഈ ഹരിതസഞ്ജീവനിയെ കുറിച്ച് ഇത്ര അധികം വിശദമായിട്ട് പറഞ്ഞത് എല്ലാത്തിൻ്റെയും ബേസ് ഇത് തന്നെയാണ്. അതുകൊണ്ടാണ് ഇത്ര അല്പം വിശദമായിട്ട് പറഞ്ഞത്. ഹരിതസഞ്ജീവനിയെ കുറിച്ച് പറഞ്ഞത് അത്യാവശ്യം എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, അല്ലെ വിനോദ് സാറേ? കാര്യങ്ങൾക്ക് മനസ്സിലായില്ലേ പറഞ്ഞത്? നമ്മൾ 558 പേരുണ്ട്. ഹരിതസഞ്ജീവനി ഉപയോഗിച്ചിട്ടുള്ളവരുണ്ട്, ഉപയോഗിച്ചിട്ടില്ലാത്ത ആളുകൾക്കും വാങ്ങിച്ച് ഉപയോഗിക്കാം. ഓക്കെ, ഷുഗർ എന്ന് പറയുന്ന ഒരു പ്രൊഡക്റ്റ് കരിമ്പിന് വേണ്ടി മാത്രം ഡിസൈൻ ചെയ്തുണ്ടാക്കിയതാണ്. നമ്മുടെ നാട്ടിൽ അങ്ങനെ കരിമ്പ് വിഷമൊന്നും ഇല്ലാത്തതുകൊണ്ട് അധികം ആരൊന്നും ഉപയോഗിച്ച ശീലമില്ല. വളരെ ചുരുക്കം ആളുകൾ മാത്രമേ കേരളത്തിൽ വാങ്ങിച്ചിട്ടുള്ളൂ. വാങ്ങിച്ച് തമിഴ്നാട്ടിലൊക്കെ കൊടുത്തിട്ടുണ്ട്. തമിഴ്നാട്ടിലൊക്കെ കൊടുത്ത് ഉപയോഗിച്ച റിസൾട്ട് ഉണ്ട്. ഹരിതസഞ്ജീവനി പോലെ തന്നെയാണ് ഇതിന്റെ പ്രയോഗം. ഒരു വ്യത്യാസമുള്ളത്, ഇത് 4 സ്റ്റേജ് ആണെങ്കിൽ ഷുഗറിന് 1 സ്റ്റേജും കൂടെ കൂടുതലുണ്ട്. അത് മണ്ണിൽ 1 പ്രാവശ്യം കൂടെ 5ാമത്തെ സ്റ്റേജ് ഇതാ കാണിച്ചിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം. ഹരിതസഞ്ജീവനി 375 ഗ്രാമിന്റെ ഉണ്ട്. അത് 1/2 ഏക്കറിനുള്ളതാണ്. 1 ഏക്കറിന് കിട്ടുന്ന പാക്കറ്റിന്റെ നേരെ പകുതി ആയിരിക്കും അതിനകത്തുള്ളത്. ഓക്കെ, അതിൻ്റെയും ആപ്ലിക്കേഷനൊക്കെ സെയിം ആണ്. കരിമ്പിന് ഉപയോഗിച്ചാൽ കിട്ടുന്ന റിസൾട്ട് ഈ പടം കൊണ്ട് തന്നെ മനസ്സിലാകും. കരിമ്പ് മുട്ടുകൾ തമ്മിലുള്ള അകലം കൂടും, അതിൻ്റെ വണ്ണം കൂടും, അതിൻ്റെ ടേസ്റ്റ് മധുരം കൂടും. 1 ഏക്കറിൽ നിന്ന് 10 മുതൽ 25 ടണ്ണ് വരെ എക്സ്ട്രാ കിട്ടിയ അനുഭവം എന്ന് പറഞ്ഞാൽ 1 ഏക്കറിൽ നിന്ന് എത്ര ആയിരിക്കും ആലോചിച്ച് നോക്കാം. ഞങ്ങള് ഒരു 3-4 വർഷം മുമ്പ് മൈസൂരിൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി, അതിന്റെ ടിക്കറ്റ് ഡിസ്ട്രിബ്യൂഷൻ സൗത്ത് ഇന്ത്യയിലെ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോൾ നമ്മുടെ എമറാൾഡ് സുരേന്ദ്രൻ സാറും ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ആഷിഖിനോട് പറയണ്ട ആ കാര്യം. അത് തിരിച്ചു വരുമ്പോൾ ഞങ്ങള് വണ്ടിയിൽ വരുമ്പോൾ സുരേന്ദ്രൻ സാറിന്റെ വണ്ടി ഞാനാണ് ഓടിച്ചത്.
ഞങ്ങൾ വരുന്ന വഴിയിൽ മുഴുവൻ ഈ ലോറിയിലും ട്രാക്ടറിലും കരിമ്പ് കൊണ്ടുപോകണം. ആ കരിമ്പ് കൊണ്ടുപോകുന്ന കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നും. എന്തേരിയാണ് അതിൽ ഒരു വലിയ വീട് പറിച്ചുകൊണ്ട് പോകുന്നു, അത്രയ്ക്കുണ്ട് ആ ട്രാക്ടറിൽ കരിമ്പ് വെച്ച് കെട്ടിക്കൊണ്ടു. അത്രയധികം കരിമ്പിന് കൃഷിയൊക്കെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മളത് ശ്രദ്ധിക്കാത്തതുകൊണ്ടാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിലേക്കൊന്ന് ഇഷ്ടം പോലെ കരിമ്പ് ജ്യൂസ് വിൽക്കുന്നുണ്ട് റോഡ് സൈഡിൽ, അല്ലേ? ഈ കരിമ്പൊക്കെ എവിടുന്നാ വരുന്നത്? കുറേയൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഹരിസഞ്ജീവനി സോയിൽ എന്താ പറയാ, ഷുഗർ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം, കണ്ടെത്തി കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ പറ്റും. പിന്നെ ചെടിയുടെ എന്താ പറയാ, ന്യൂട്രിയൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന മറ്റൊരു പ്രൊഡക്റ്റാണ് ഫ്രൂട്ട് സ്പെഷ്യൽ. ഇത് ആദ്യകാലത്ത് ഉണ്ടായിരുന്നില്ല, പിന്നീടാണ് വന്നത് ഫ്രൂട്ട് സ്പെഷ്യൽ. ഫ്രൂട്ട് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ എല്ലാ തരം ഫലങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഇതിന്റെ ആപ്ലിക്കേഷൻ രീതി സ്പ്രേയിങ് ആണ്. ശരിക്ക് 4-5 പ്രാവശ്യം ഒരു ചെടിയിലുണ്ടാകുന്ന ഫലം അതിന്റെ ഘട്ടങ്ങള് കണക്കിലെടുത്തുകൊണ്ട് 5 പ്രാവശ്യം സ്പ്രേ ചെയ്യുകയാണെങ്കിൽ അതിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും. ഏതൊക്കെ ഫലങ്ങൾക്ക് ഉപയോഗിക്കാം അതിന്റെ പടം കാണിച്ചിരിക്കുന്നത്. നമുക്കറിയാവുന്ന പേരറിയാവുന്ന എല്ലാത്തിനും, നമ്മുടെ നാട്ടിലുള്ള ഇതിനകത്ത് പേരറിയാൻ പാടില്ലാത്ത ഏതെങ്കിലും അതിനൊക്കെ ഉപയോഗിക്കാം, എല്ലാത്തിനും ഉപയോഗിക്കാം. അപ്പോൾ ഇത് സ്പ്രേ ചെയ്യേണ്ടത്, ഇപ്പോ മാവാണെങ്കിൽ മാവില് കായ ഉണ്ടാകുന്നതിന് മുമ്പ് അതിൽ തളിര് വരുമല്ലോ, ആ സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്യുക. പൂക്കൾ ഉണ്ടായി തുടങ്ങുമ്പോൾ ഒന്ന് സ്പ്രേ ചെയ്യുക. അത് കഴിഞ്ഞ് കായ ആകുന്ന സമയത്ത് ഒന്ന് സ്പ്രേ ചെയ്യുക. കായ മൂക്കുന്ന സമയത്ത് ഒന്നുകൂടെ സ്പ്രേ ചെയ്യുക. ഇതിങ്ങനെ ഈ 4 ഘട്ടങ്ങളും ഡിസ്ട്രിബ്യൂഷൻ ആയിട്ട് വേർതിരിച്ച് അറിയാവുന്നതാണെങ്കിൽ ആ ഓരോ ചെടിയിലും അതിന്റെ അവസ്ഥ അനുസരിച്ച് സ്പ്രേ ചെയ്യുക. പാകമാകുന്ന സമയത്ത് ഒരു പ്രാവശ്യം കൂടെ 5-ാമത് സ്പ്രേ ചെയ്താൽ ബഹുവിശേഷം. ഇത് ഹരിസഞ്ജീവനിയുടെ 2, 3, 4 സ്റ്റേജ് സ്പ്രേ ചെയ്യുന്ന പോലെ തന്നെ വെള്ളത്തിൽ കലക്കി സ്പ്രേ ചെയ്യുക. ഇതിന്റെ 250 ഗ്രാമിന്റെയും 500 ഗ്രാമിന്റെയും പാക്കറ്റുകളാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇന്റർനാഷണൽ ക്വാളിറ്റി പാക്കിംഗ് ആണ്. നിങ്ങൾ വാങ്ങിച്ചിട്ടില്ലെങ്കിൽ ഏതെങ്കിലും കടയിൽ പോകുമ്പോൾ എടുത്തു നോക്കണം. ഇതേ സാധനം പല വിദേശ രാജ്യങ്ങളിലേക്കും, അമേരിക്ക ഉൾപ്പെടെയുള്ള പല വിദേശ രാജ്യങ്ങളിലേക്കും ഇത് അങ്ങനെ തന്നെ കയറ്റി അയക്കുന്ന സെയിം പാക്കിങ്ങിൽ. അപ്പൊ അത്രയ്ക്കും ഇന്റർനാഷണൽ ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്, അല്ലെങ്കിൽ എക്സ്പോർട്ട് ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ് നമുക്ക് ഹരിസഞ്ജീവിൽ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫ്രൂട്ട് സ്പെഷ്യൽ ഏതൊക്കെ ഇതിനൊക്കെ ഉപയോഗിക്കാന്ന് പറയുന്നുണ്ട്. പ്രയോഗ രീതിയെ കുറിച്ചും പറയുന്നുണ്ട്. 1 ഗ്രാം ഫ്രൂട്ട് സ്പെഷ്യൽ പൗഡർ ഇൻ 1 ലിറ്റർ വാട്ടർ സ്പ്രേ ഇൻ ദിസ് പോർഷൻ. അപ്പോ ഞാൻ പറഞ്ഞു 5 സ്റ്റേജ് പറഞ്ഞു. തളിരുണ്ടാകുന്ന സമയത്ത്, പൂക്കൾ ഉണ്ടാകുന്ന സമയത്ത്, ഫ്രൂട്ട് സെറ്റിംഗ് സ്റ്റേജ്, ഫ്രൂട്ട് ഡെവലപ്മെന്റ് സ്റ്റേജ്, പിന്നെ ഫ്രൂട്ട് ഡെവലപ്മെന്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജ്, അതായത് മാമ്പഴം അല്ലെങ്കിൽ മാങ്ങ പാകമാകുന്ന സമയത്ത്. ഇനി ഇത് നമുക്ക് തെങ്ങ് അല്ലെങ്കിൽ ജാതി, ഗ്രാമ്പു പോലെ വർഷം മുഴുവൻ ഫലം തന്നുകൊണ്ടിരിക്കുന്നവയ്ക്കാണെങ്കിൽ അതിലിങ്ങനെ ഇന്റർവെല്ലിട്ട് ഒരു സൈക്കിൾ അപ്ലിക്കേഷൻ കഴിഞ്ഞ് 1 മാസം നിർത്തി വീണ്ടും സ്റ്റാർട്ട് ചെയ്യുക. അങ്ങനെ അതാണ് ഫ്രൂട്ട് സ്പെഷ്യൽ ഉപയോഗിക്കേണ്ട രീതി. ഹരിസഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ ക്യാൻ ബി മിക്സ്ഡ് വിത്ത് ഓൾ ടൈപ്പ് ഓഫ് ഇൻസെക്ടിസൈഡ്സ് ആൻഡ് ഫംഗിസൈഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെടികൾക്ക് സംരക്ഷണത്തിന് ഉപയോഗിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഇതുപോലെ ഫംഗിസൈഡോ അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, കുമിൾനാശിനി, കീടനാശിനിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ചേർത്ത് സ്പ്രേ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ആൽക്കലൈൻ ആയിട്ടുള്ളതിന് കൂടെ മിക്സ് ചെയ്യരുത് എന്ന് മാത്രം. അതേപോലെ സ്പ്രേയിന്റെ ടൈമും പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചാൽ ഇതിനു വേണ്ടി ഒരു അഡീഷണൽ ലേബർ കോസ്റ്റ് ആവശ്യമില്ല എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മൾ കൃഷിക്കാരോട് കൊടുക്കുമ്പോൾ പറയണം, ഇനി ഇത് സ്പ്രേ ചെയ്യണമെങ്കിൽ വേറെ പണിക്കാരനെ വിളിക്കണ്ടേ, വേണ്ട, നിങ്ങൾ എന്തെങ്കിലും സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ തന്നെ ചേർത്ത് ചെയ്താൽ മതി. ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഹരിസഞ്ജീവനി ഫ്രൂട്ട് സ്പെഷ്യൽ പ്രൊപ്രൈറ്ററി റിസർച്ച് പ്രൊഡക്റ്റ് കണ്ടെയ്നിങ് കെയർഫുള്ളി ടെസ്റ്റഡ് ഓർഗാനിക് ഇൻഗ്രീഡിയൻസ് വിച്ച് ട്രിഗർ ദ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഗോയിങ് ഓൺ ഇൻ ദ പ്ലാന്റ് സിസ്റ്റം. അതിൽ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ട്രിഗർ ചെയ്ത് നല്ല ഫലങ്ങൾ, നല്ല വലിപ്പമുള്ളത്, നല്ല നിറമുള്ളത്, നല്ല രുചിയുള്ളത്, വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഷേപ്പും എല്ലാം, അതായത് ഒരു ചെടിയിലെ ഫലത്തിന്റെ ഡിസൈൻ എന്താണോ ആ ഡിസൈൻ അനുസരിച്ചുള്ളത് കിട്ടുന്ന രീതിയിൽ അതിനെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാമാണ് ഇതിനകത്ത് ഓരോന്നായിട്ട് എഴുതിയിരിക്കുന്നത്. ഇൻക്രീസ് ഫെർട്ടിലിറ്റി ഓഫ് ക്രോപ്സ് എന്ന് പറഞ്ഞാൽ ചെടിയുടെ ആയുസ് കൂടെ വർദ്ധിപ്പിക്കും. സാധാരണ തക്കാളിക്ക് 2-3 മാസം കൊണ്ട് ചെടി തന്നെ നശിച്ചു പോകും. ചിലപ്പം 5-6 മാസം ചിലപ്പോൾ തക്കാളി നിലനിൽക്കും. നമ്മൾ മുമ്പേ സംസാരിച്ച എമറാൾ നന്ദൻ സാറിന്റെ വീട്ടിൽ ഒരു എന്താ പറയാ വഴുതന ഉണ്ടായിരുന്നു. ഒരു ആൽമരം പോലെ ആ പ്രദേശം മുഴുവൻ അത് വളർന്ന് എത്രയോ വർഷം ഉണ്ടായിരുന്നു അതിങ്ങനെ കായ പറിക്കുന്നത്. അപ്പോ ഒരു ഉദാഹരണമാണ് കേട്ടോ. ഇനി ഉദാഹരണങ്ങൾ ഞാൻ വേറെ ഇപ്പൊ കാണിക്കാൻ റെഡിയാക്കുന്നുണ്ട്, കുറെ റിസൾട്ടുകൾ കാണിക്കാനുണ്ട്. നോക്കൂ എത്ര കിലോയാണ്. ഞാൻ മുമ്പേ പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, അടിയിലത്തെ പടലയുടെ കായും മുകളിലത്തെ പടലയുടെ കായും തമ്മിലുള്ള വ്യത്യാസം നിസ്സാരമേ ഉള്ളൂ. പക്ഷെ സാധാരണ ഇത്ര വലിപ്പമുള്ള ഒരു കൊലയാണെങ്കിലോ, അല്ലേ, മുകളിലത്തെ കായ എന്ന് പറഞ്ഞാൽ ചെറുവിരലിന് എത്ര വലിപ്പം ഉണ്ടാവുള്ളൂ. പക്ഷെ ഇത്
മുകളിലത്തെ പടലേക്കും അടിയിലത്തെ പടലേക്കും കായക്ക് വലിയ വ്യത്യാസമില്ല. അത്രയ്ക്കും എത്ര വലിയ കൊലയാന്ന് നോക്കി. അപ്പോ ഇത് ഒരെണ്ണം അതിനകത്ത് കാണിച്ചു നമ്മൾ ഇതുപോലെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. സോയിൽ ഹെൽത്ത്. സോയിൽ ഹെൽത്ത് എന്ന് പറയുന്നത് ഹരിതസഞ്ജീവനിയുടെ ഫസ്റ്റ് സ്റ്റേജ് അപ്ലൈ ചെയ്യുന്നത് പോലെ തന്നെ ചെയ്യാനുള്ളതാണ്. സെയിം വേ മെത്തേഡ് ഓഫ് ആപ്ലിക്കേഷൻ. അപ്പൊ പിന്നെ അത് പോരാ. ഇത് കുറച്ചുകൂടെ കോൺസെൻട്രേറ്റ് ആണ്. മാത്രമല്ല മണ്ണിൽ ഉള്ള ബാക്ടീരിയകളൊക്കെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ മണ്ണിലെ സൂക്ഷ്മാണുക്കൾക്ക് വേണ്ട ആഹാരവും കൂടി ഇത് കൊടുക്കും. മുമ്പ് നമ്മൾ പറഞ്ഞത് എന്താണ്? മണ്ണില് മൈക്രോ ഓർഗാനിസത്തിന് അനുകൂലമായ സാഹചര്യം ഉണ്ടാക്കുന്നു. ഇത് മൈക്രോ ഓർഗാനിസത്തിന് വേണ്ട ആഹാരവും കൂടി ഇത് കൊടുക്കുന്നു. അതാണ് ആക്ച്വലി ഇതിനകത്ത് നടക്കുന്ന റിസൾട്ട്. ഇത് ഫസ്റ്റ് സ്റ്റേജിനേക്കാൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഒന്നാമത്തെ സ്റ്റേജിനേക്കാൾ അല്പം കൂടെ കോൺസെൻട്രേറ്റഡ് ആണ്. അപ്പം കൊച്ചു കുട്ടികൾക്ക് കൊടുക്കുന്ന ആഹാരവും മുതിർന്ന ആൾക്ക് കൊടുക്കുന്ന ആഹാരം നമ്മൾ വ്യത്യാസം ഇതിനകത്ത് നമുക്ക് കൊടുത്താൽ മതി. മറ്റേത് മെയിനായിട്ട് ഒറ്റ പ്രാവശ്യം മാത്രം വിളവ് തരുന്നവയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണ്. അല്ലെങ്കിൽ 2-3 മാസം കൊണ്ട് അതിൻ്റെ ആയുസ് തീരുന്നവയ്ക്ക്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് അതിനുപയോഗിക്കാം, വലിയ വൃക്ഷങ്ങൾക്ക് ഉപയോഗിക്കാം. അപ്പൊ ഇതിന്റെ പ്രയോഗ രീതി ഹരിതസഞ്ജീവനിയുടെ ഫസ്റ്റ് സ്റ്റേജ് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെയാണ്. അതിനകത്ത് പറയുന്നുണ്ട് എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഇത് ഒരു ചെടിയെ സംബന്ധിച്ച് ഒറ്റ പ്രാവശ്യം, ഒരു സീസണിൽ ഒരു പ്രാവശ്യം മാത്രം വിളവ് തരുന്നവയാണെങ്കിൽ 2 പ്രാവശ്യം ഉപയോഗിക്കാം. ലീവ് സെറ്റിംഗ് സ്റ്റേജ്, അതായത് ഈ പറയുന്ന തളിരുണ്ടാകുന്ന സമയത്ത് ഫ്രൂട്ട് സെറ്റിംഗ് അല്ലെങ്കിൽ ഡെവലപ്മെന്റ് സ്റ്റേജിൽ 2 പ്രാവശ്യം. ഇപ്പോൾ മാങ്ങ അല്ലെങ്കിൽ അതുപോലെ ചക്ക, അങ്ങനെ ഒറ്റ പ്രാവശ്യം മാത്രം വിളവുണ്ടാവുന്നവയ്ക്കാണെങ്കിൽ ആ തുടക്കത്തിലും പിന്നെ കായ പാകമാകുന്ന സമയത്തും. ഈ ഫ്രൂട്ട് സ്പെഷ്യലും സോയിൽ ഹെൽത്തും അതിന്റെ ഒരു സൈക്കിൾ മിക്സ് ചെയ്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ 500 gram per acre can be given the time of planting or up to 30 days after planting all types of crops coming in season and for all types of vegetables. എല്ലാ പച്ചക്കറികൾക്കും ഒക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനി ഇപ്പോ ഹരിതസഞ്ജീവനി സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഒരു മിക്സറായിട്ട് ഉപയോഗിക്കുന്നതിന്റെ രീതിയെക്കുറിച്ച്, നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന കുറച്ച് വിളവുകൾക്കുണ്ട്, അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകമായിട്ടൊന്ന് കാണിച്ചു തരാം. ഇനി ഇതിനകത്ത് ഇന്ന് നമ്മൾ പറയുന്ന ഒരു പ്രൊഡക്റ്റിലൂടെയാണ് പ്രൊഡക്റ്റ് കാറ്റഗറികൾ, അതായത് സോയിൽ ഹെൽത്തിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ പറയാൻ വന്നത്. ഗാർഡൻ ഗോൾഡ്. എനിക്ക് തോന്നുന്നു ഇവിടെ നമ്മുടെ കൂടെ ഇപ്പോൾ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ആളുകളിൽ ഒരു വലിയ ശതമാനം ആളുകളും ഗാർഡൻ ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ളവരാണ്. ജസ്റ്റ് ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഗാർഡൻ ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ, ഒരു പ്രാവശ്യമെങ്കിലും ഗാർഡൻ ഗോൾഡ് വാങ്ങിച്ചിട്ടുള്ള ആളുകൾ, ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്ന സംസ്ഥാനം കേരളമാണ്. എന്നാൽ ഈ കഴിഞ്ഞ ഒരു 2-3 വർഷമായിട്ട് സത്യം പറഞ്ഞാൽ ഹരിതസഞ്ജീവനിയുടെ പ്രൊമോഷൻ അത്ര ശക്തമായിട്ട് നടക്കാത്തത് കൊണ്ട് പല ആളുകളും ഇത് അറിഞ്ഞിട്ടില്ല ഇങ്ങനെ സംഗതി ഉണ്ടെന്ന്. നമുക്ക് എല്ലാ തരം കൃഷികൾക്കും ഉപയോഗിക്കാം. പ്രധാനമായിട്ടും ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് എന്താ പറയാ, കിച്ചൺ ഗാർഡൻ, വീട്ടിലെ ചെറിയ കൃഷികൾക്കൊക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ പൂച്ചെടികൾക്കും ഒക്കെ ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഇത്രയധികം ആളുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ എനിക്ക് എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്തു എന്ന് കൃത്യമായിട്ട് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്തു? ഇനി കൈപൊക്കാൻ അറിയാത്ത കുറച്ച് പേര് 85 കണ്ടോ, 88, ഏകദേശം 90ഓളം ആളുകൾ, 92 ഇനി ഹാൻഡ് റൈസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ 515 പേരിൽ ഏതാണ്ട് 25% ആളുകളും ഇത് ഉപയോഗിച്ചിട്ടുള്ളതാണ്. കൈ ഉയർത്താത്ത ആളുകൾക്ക് വേണ്ടി ഇത് കൈ ഉയർത്താൻ പറഞ്ഞത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്ന സംസ്ഥാനം ഈ കൊച്ചു കേരളമാണെങ്കിൽ അത് ഹെൽത്ത് കാർഡും പിന്നെ എന്താണ് പറയാ ആട്ടയും മല്ലിമുളകും ഒക്കെ വാങ്ങിക്കുന്ന പോലെ റെഗുലർ ആയിട്ട് ഗാർഡൻ ഗോൾഡ് വാങ്ങിക്കുന്ന ഇഷ്ടം പോലെ ആളുകളുണ്ട്. എന്താ അതുകൊണ്ടുണ്ടാകുന്ന ഗുണമെന്ന് വെച്ചാൽ വീട്ടിലേക്ക് വരുന്ന വിഷം വരുന്നതിന് വഴി അടയ്ക്കാൻ പറ്റും. വിഷരഹിതമായ പച്ചക്കറിയിലൂടെ രോഗവിമുക്ത കേരളം ഗാർഡൻ ഗോൾഡിന്റെ പ്രൊമോഷൻ വേണ്ടി നമ്മൾ തയ്യാറാക്കിയ നോട്ടീസിന്റെ ക്യാപ്ഷനാണ്. വിഷരഹിത പച്ചക്കറിയിലൂടെ രോഗവിമുക്ത കേരളം. നമ്മുടെ വീട്ടിലേക്ക് പച്ചക്കറികൾ കൊണ്ടുവരുമ്പോൾ തൊലി ചെത്താത്ത പച്ചക്കറികൾ അങ്ങനെ തന്നെ ഉപയോഗിക്കുന്നവയിലൂടെയാണ് ഏറ്റവും കൂടുതൽ വിഷം വരുന്നതെന്നാണ്. ഈ അടുത്ത കാലത്തായിട്ട് ഇടയ്ക്കിടയ്ക്ക് പച്ചക്കറികൾ പരിശോധിച്ചിട്ട് നമ്മുടെ മണ്ണൂത്തിയിലുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിക്കാർ പറയും ഇന്നിന്ന സാധനങ്ങളാണ് ഏറ്റവും കൂടുതൽ വിഷമുള്ളത്. അതിനകത്ത് കറിവേപ്പില, പച്ചമുളക് ഇങ്ങനെയുള്ളവയും പിന്നെ പാവയ്ക്ക ഇങ്ങനെയുള്ളതിലൊക്കെയാണ് കൂടുതൽ വിഷം. കാരണം എന്താണ്? കീടങ്ങളുടെ ആക്രമണം ഉണ്ടാകാതിരിക്കാനും അതിൻ്റെ പുതുമ നിലനിർത്താനും വേണ്ടി കണ്ടമാനം സാധനങ്ങൾ ഇതിൽ അടിച്ചു കയറ്റും. ഇതൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടെത്തിയാലും അവർക്കെതിരെ ഒന്നും ശക്തമായ നടപടിയെടുക്കാനുള്ള നിയമമില്ലാത്തത് കൊണ്ട്
ഇതിങ്ങനെ നിർബാധം തുടർന്നു പോവുകയാണ്. അവിടെയാണ് ഗാർഡൻ ഗോൾഡിന്റെ പ്രസക്തി. ഹരിതസഞ്ജീവിനി വളമല്ലെന്നാണ് പറഞ്ഞത്. എന്നാൽ ഗാർഡൻ ഗോൾഡ് ഒരു ഓർഗാനിക് മാനുവർ ആണ്, വളമാണ്. ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇത്തരത്തിൽ ചെറിയ ചെടികൾക്ക് വേണ്ടി, ചെടിച്ചട്ടികളില്, ഗ്രോ ബാഗില്, ടെറസ് ഗാർഡനില്, ഇൻഡോർ പ്ലാന്റുകൾക്കൊക്കെ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇത് നമുക്ക് എല്ലാത്തിനും ഉപയോഗിക്കാം. കണ്ടോ, ഇത് ഗ്രോ ബാഗുകളൊക്കെ ഇപ്പം ഇന്ന് ധാരാളം നമുക്ക് ഗവൺമെന്റ് തന്നെ ഈ സെഗ്മെന്റിൽ എന്താ പറയുക, പച്ചക്കറി സ്വന്തമായിട്ട് കൃഷി ചെയ്ത് ഉപയോഗിക്കണം, വിഷം ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞ് ഗവൺമെന്റ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഇഷ്ടം പോലെ ഗ്രോ ബാഗും തൈയും ഒക്കെ കൊടുക്കും. വീട്ടിൽ കൊണ്ടുപോയി വെച്ചാൽ എത്ര എണ്ണം വെച്ചാൽ എത്ര എണ്ണത്തിന് കായ കിട്ടും, ആലോചിച്ച് നോക്കാം. അവിടെയാണ് ഇതിന്റെ പ്രസക്തി. കണ്ടില്ലേ, ഏതെങ്കിലും ഒരു പാത്രം മതി. ഇനി ഒരു പാത്രവും കിട്ടാനില്ലെങ്കിൽ ആർസിമെന്റ് ആട്ട വാങ്ങിക്കുന്നു, ആട്ട പൊട്ടിച്ച് പാത്രത്തിൽ ഇട്ടിട്ട് ആ ആട്ടയുടെ പാക്കറ്റിനകത്ത് അയൽവക്കത്തെ പറമ്പിൽ നിന്ന് 2 കിലോ മണ്ണ് വാങ്ങിക്കുന്നു, അതിനകത്തൊരു മുളകിന്റെ ചെടി നട്ട് വെച്ചോളൂ, എത്ര കിട്ടുമെന്നറിയാമോ? അപ്പോ ഗാർഡൻ ഗോൾഡ് ദാ നോക്കൂ, വലിയ വലിയ നഗരങ്ങളിൽ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവരുടെ ടെറസിലും ബാൽക്കണിയിലും ഒക്കെ വെച്ച് ചെടിച്ചട്ടികളിൽ ഇതുപോലെ പച്ചക്കറികൾ കൃഷി ചെയ്തുണ്ടാക്കുന്നു. എന്താ പറയാ, കാബേജ്, മുട്ടക്കൂസ്, കോളിഫ്ലവർ, മൂലി, എന്തിന് നമുക്ക് ലീഫി വെജിറ്റബിൾസ് ആയിട്ട് പാലക്ക് അല്ലെങ്കിൽ ചീര, പിന്നെ പുതിന, മല്ലിയില, ഇതൊക്കെ ധാരാളമായിട്ട് ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നു. ഇതൊക്കെ ആളുകൾ കണ്ടവാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പൊ നോക്കി എത്ര പേര് ഹാൻഡ് റൈസ് ചെയ്ത് നോക്കി. ബാക്കിയുള്ളവർ ഇത് അറിഞ്ഞില്ലല്ലോ ദൈവം എന്ന് വിചാരിക്കേണ്ടത്. ഒരു പക്ഷേ നിങ്ങൾ ചെല്ലുന്ന കടയിൽ ഈ സാധനം കാണില്ല. കാരണം എന്താ, ആ കടയിൽ ആരും ചോദിക്കാറില്ല. ഇത് ഞാൻ പറഞ്ഞത് നിങ്ങൾക്കറിയാവുന്ന ആർസിമുള്ള മുഴുവൻ ആളും പറയൂ. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു സമ്മാനം കൊടുക്കണമെങ്കിൽ ഞാൻ പറയുന്നത് ഇതാണ് കൊടുക്കേണ്ടത്. നിങ്ങൾ എവിടെയെങ്കിലും ബന്ധുക്കളുടെ സുഹൃത്തുക്കളെ വീട്ടിൽ പോകുമ്പോൾ എന്തെങ്കിലും വെറും കൈയായിട്ട് എങ്ങനെയാ പോകുന്നത്, കടയിൽ പോയി അതും ഇതും സാധനം മേടിക്കല്ലേ, ബേക്കറി പോയിട്ടോ അല്ലെ എണ്ണപ്പലഹാരങ്ങളായിട്ട് കൊടുക്കുന്നതിന് ഒരു ഗാർഡൻ ഗോൾഡ് കൊടുക്കുക. അവരോട് പറയുക ഇതിങ്ങനെയാണ്. അവരുടെ മുറ്റത്ത് ചെടിയൊന്നും ഇല്ലെങ്കിൽ ഇത് കൊടുത്തത് കൊണ്ട് അവർ ചെടി നട്ട് വെച്ചോളും, അവരുടെ വീട്ടിലേക്ക് ഇത് കിട്ടും. ഇത് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ ആളുകൾ പറയുന്നത് കേൾക്കും, ഭയങ്കര സന്തോഷം. നോക്കി എന്തൊക്കെയാണ്, ഇതാ ഈ മല്ലിയില ഇങ്ങോട്ട് എഴുന്നേറ്റ് വരുന്നല്ലോ തോന്നുന്നുണ്ട് കണ്ടിട്ട്, അല്ലേ? നോക്കി ചുരക്ക, ഇത് മുളകാണ് കേട്ടാ. മുളക് എത്ര ഉണ്ട് എണ്ണ നോക്കി, മുളകാണോ ഇലയാണോ കൂടുതലെന്ന്. ഇതൊക്കെ ഗാർഡൻ ഗോൾഡിന്റെ റിസൾട്ടാണ്. ഇതാ ഞാൻ റിസൾട്ടിന്റെ ഒരു ശൃംഖല നിര തന്നെ ഞാൻ ഇപ്പൊ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികൾക്കും പിന്നെ പൂച്ചെടികൾക്കും അതുപോലെ ഇൻഡോർ പ്ലാന്റുകൾക്കും ഒക്കെ, ഇൻഡോർ പ്ലാന്റ് എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന വലിയ വലിയ സ്ഥാപനങ്ങൾ, ബാങ്കിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ ചെടിച്ചട്ടിൽ വെച്ചിട്ടുണ്ടാവും. അതിങ്ങനെ വാടിക്കരിഞ്ഞ് ഒന്നുമില്ല. എന്തിനാ ഇൻഡോർ ഗാർഡൻ വെക്കുന്നതെന്നറിയോ? അവിടെ പകലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വായുവിൽ നല്ല ഓക്സിജൻ കിട്ടണം, അതിനുവേണ്ടിയാണ്. പക്ഷെ ഇത് ജീവനില്ലാത്ത ചെടികളാണ്. അവിടെയൊക്കെ കൊണ്ടുപോയി ഇത് കാണിച്ചു കൊടുക്കൂ. ഒരു ചെടിച്ചട്ടിയിൽ ചെടി നടുന്ന സമയത്ത് ഒരു 50 ഗ്രാം, പിന്നീട് അങ്ങോട്ട് മാസത്തിൽ ഒരു 100 ഗ്രാം വീതം ഫലങ്ങൾ തരുന്ന ചെടികൾക്ക്, കായ കിട്ടുന്നവയ്ക്കാണെങ്കിൽ 100 ഗ്രാം വീതം ഒരു മാസം എന്ന കണക്കിൽ കൊടുക്കുക. അപ്പോൾ 1/2 കിലോ ഗാർഡൻ ഗോൾഡ് വാങ്ങിക്കുകയാണെങ്കിൽ, തക്കാളിക്കാണെങ്കിൽ 2 ചെടിക്ക് അപ്ലൈ ചെയ്യാനുണ്ടാവും. നടുമ്പോൾ 50 ഗ്രാം വീതം ഇട്ടു, പിന്നെ 100 ഗ്രാം വീതം ഓരോ മാസം ഇട്ടു. അതോടെ തക്കാളി ചെടിയുടെ ആയുസ് മിക്കവാറും തീരും. ഒരാളെന്നോട് പറഞ്ഞു, സാർ 1000 തക്കാളിക്കെങ്കിലും പറിച്ചു. നമ്മൾ തക്കാളിയുടെ പടം മുമ്പ് കണ്ടില്ലേ? 1000 തക്കാളി എന്ന് പറഞ്ഞാൽ അതിശോക്തിയാന്ന് വിചാരിച്ചോളൂ. 100 എണ്ണം കിട്ടുമെന്ന് വിചാരിച്ചാലും 1 കിലോ തക്കാളി എന്ന് പറഞ്ഞാൽ 10 എണ്ണം ആണെങ്കിൽ 10 കിലോ തക്കാളി ഒരു ചെടിയിൽ നിന്ന്, 20 കിലോ തക്കാളി ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡിൽ നിന്ന്. 1 കിലോ തക്കാളിക്ക് ഇപ്പോഴത്തെ കണക്കിൽ 40 രൂപ വെച്ച് കൂട്ടിയാലും 800 രൂപയുടെ തക്കാളി ഒരു പാക്കറ്റ് ഗാർഡൻ ഗോൾഡ് ശരിയായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് കിട്ടും. ഇതേപോലെ ഓരോ ചെടികളും ഇത് ഉപയോഗിക്കുന്ന ആളുകൾ ഇഷ്ടം പോലെയുണ്ട്, ഇഷ്ടം പോലെ. പച്ചക്കറികൾ ധാരാളമായിട്ട്, ഹരിതസഞ്ജീവനോടുള്ള പച്ചക്കറി മാത്രം ഉപയോഗിക്കുന്ന ധാരാളം പേരുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നമ്മൾ മനസ്സിലാക്കണം. ഗാർഡൻ ഗോൾഡ് ഉപയോഗിക്കുന്ന ആളുകൾ ഹാൻഡ് റൈസ് ചെയ്യുന്നു. ഞാൻ ഗാർഡൻ ഗോൾഡ് ഉപയോഗിച്ച റിസൾട്ട് കിട്ടുന്ന കുറച്ച് പേരെ വിളിക്കുന്നുണ്ടാകും. അപ്പോൾ എവിടെയൊക്കെയാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്? വീട്ടിൽ ഉപയോഗിക്കുന്ന പച്ചക്കറികളും പൂച്ചെടികളിലും ഒക്കെ ഇതിന്റെയൊക്കെ റിസൾട്ട്, ഇതിന്റെ ഉപയോഗത്തെക്കുറിച്ച് കൂടുതൽ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇനി ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്, ഇത് ഈ അടുത്ത കാലത്ത് വന്നൊരു പ്രൊഡക്റ്റാണ്. ഇതാ കണ്ടില്ലേ, 3 തരത്തില് 3 കുപ്പി അതിനകത്തിരിപ്പുണ്ട്. അതിന്റെ കൂടെ ഒരു സ്പ്രേ ഗണ്ണുണ്ട്, പിന്നെ അളക്കാൻ ഒരു ചെറിയ അളവ് പാത്രമുണ്ട്. എന്തിനാന്ന് വെച്ചാൽ, ഇപ്പൊ ആള് പറയും, ഓ എന്റെ പൊന്നെ, ഈ ഹരിതസഞ്ജീവനൊക്കെ വാങ്ങിച്ച് അല്ലെ ഇതെല്ലാം വാങ്ങിച്ച് എത്രയുണ്ട്, ഇനി നമ്മൾ
പ്ലാന്റ് പ്രൊട്ടക്ഷൻ വേണ്ടി പറയുന്നതിൽ സ്പ്രേമാക്സും റാപ്പിഡും ഒക്കെ വരാണ്ട്, അത് നാളെ അടുത്ത ദിവസത്തെ സെഷനിൽ പറയും. നമ്മൾ നാളെ വീണ്ടും ഇതേ സമയത്തിന് സെഷൻ ഉണ്ടാവും. കാരണം ഇന്ന് നമ്മൾ ഈ പ്രോഡക്റ്റ് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി ഒരു സെഗ്മെന്റും കുറച്ച് എക്സ്പീരിയൻസ് ഷെയറിംഗ് ഒക്കെ ആയിട്ട് നാളെ ഉണ്ടാകും. ഒരുപക്ഷെ മറ്റന്നാളും നമ്മൾ ഇത് തന്നെ കണ്ടിന്യൂ ചെയ്യും. കാരണം എല്ലാവരും ഒന്ന് മനസ്സിലാക്കട്ടെ, ഇന്ന് ഈ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരെല്ലാവരും നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു 5 പേരെ പേഴ്സണലി വിളിക്കണം നാളത്തെ പ്രോഗ്രാം. ഇപ്പൊ തന്നെ പറഞ്ഞോളൂ, ഇതേ ലിങ്ക് ഉപയോഗിച്ച് നാളെ നിങ്ങൾക്ക് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കാം. നിങ്ങളുടെ ടീമിൽ നിന്ന് ഒരു 5 പേരെങ്കിലും പങ്കെടുക്കുന്ന ഉറപ്പുവരുത്തുക. കാരണം RSMൽ ഒരാൾക്ക് സക്സസ് ആകണമെങ്കിൽ സൂപ്പർ നാച്ചുറൽ പവർ കൊണ്ട് കാര്യമില്ല. യു നീഡ് ടു ഹാവ് എ ടീം. എങ്ങനെയുള്ള ടീം? ആക്റ്റീവ് ടീം. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ PV ജനറേഷൻ ഉണ്ടാക്കുന്ന പണി ചെയ്യുന്ന ആളുകളെയാണ് ആക്റ്റീവ് എന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഹരിസഞ്ജീവിനി പ്രൊഡക്റ്റുകൾ ഉപയോഗിച്ചാൽ റിസൾട്ട് കണ്ടാൽ ആ റിസൾട്ട് കാണുന്നവരൊക്കെ ചോദിക്കും, അവർക്കൊക്കെ കൊടുക്കാം. ഗാർഡൻ ഗോൾഡ് വാങ്ങിച്ച് ഒരു ചെറിയ കൃഷി ചെയ്തോളൂ. ഒരു പാക്കറ്റ് ചീരവിത്ത് വാങ്ങിച്ച് മുറ്റത്ത് ഒരു തടമെടുത്ത് അതിൽ പകുതി ഭാഗത്ത് ഹരിസഞ്ജീവിനി ഇട്ട് അല്ലെങ്കിൽ ഗാർഡൻ ഗോൾഡ് ഇട്ട് നടുക, അല്ലാതെ നടുക. ഇത് തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് ഇഷ്ടം പോലെ വിൽക്കാൻ പറ്റും. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഹരിസഞ്ജീവിനിയുടെ PV ചെയ്യുന്ന ഒരു ഫാമിലി ഉണ്ട് പാലക്കാട്. ഒരു പ്രോഗ്രാമിന് വരാറില്ല, പക്ഷെ അവര് ഇതുപോലെ നഴ്സറിയാണ്. അവരുണ്ടാക്കുന്ന തൈകൾക്കെല്ലാം ഇതാണ് ഉപയോഗിക്കുന്നത്. അതിശയിപ്പിക്കുന്ന റിസൾട്ടാണ്. അങ്ങനെ റിസൾട്ട് ഒത്തിരി ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്. അപ്പൊ ഈ ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റിന്റെ പ്രത്യേകത മിനിയേച്ചർ ഉപയോഗങ്ങൾക്ക്. അപ്പൊ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സാധാരണ ഒരു വെള്ളക്കുപ്പി എടുക്കുക. നമുക്ക് ഏതെങ്കിലും കിട്ടുന്ന ഒരു കുപ്പി വെള്ളത്തിനകത്ത് ഈ സ്പ്രേ ഗൺ അങ്ങ് പിടിപ്പിക്കാവുന്നതാണ്. ഇനി ഈ 3 ലിക്വിഡ് എന്താ അതിനകത്ത് പറയുന്നുണ്ട്, പ്ലാന്റ് ന്യൂട്രിയന്റ്, അതായത് ചെടിക്ക് വേണ്ട പോഷകമുണ്ട്, കീടങ്ങളെ പ്രതിരോധിക്കാനുള്ളത്. ഇത് 3ഉം ഇതിനകത്ത് തന്നെയുണ്ട്. ഡിസീസ് ലൈക്ക് സക്കിംഗ് പെസ്റ്റ്, ഫംഗസ് ആർ ഓഫൺ സീൻ ഓൺ ദ പ്ലാന്റ് ഓഫ് ഹോം ഗാർഡൻ. അതായത് ചെടികളിൽ പ്രാണികളും അല്ലെങ്കിൽ ഫംഗസ്, ബാക്ടീരിയ പോലുള്ള അസുഖങ്ങളൊക്കെ ഉണ്ടാകും. അപ്പൊ ഇത് വരാതിരിക്കാനുള്ള പ്രൊട്ടക്ഷൻ ആയിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ട് ഇത് സ്പ്രേ ചെയ്യാം. സോ അങ്ങനെയുള്ളതിനൊക്കെ സ്പ്രേ ചെയ്യാൻ വേണ്ടി ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ് 3 in 1 ഇത് 3ഉം കൂടെ ഒരു 2.5 മില്ലി വീതം 3ന്റെ എടുത്ത് ഒരു കുപ്പി വെള്ളത്തിലേക്ക് മിക്സ് ചെയ്യുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് സ്പ്രേ ചെയ്യുക. ഇങ്ങനെ മിക്സ് ചെയ്ത് തയ്യാറാക്കിയ ലായനി 24 മണിക്കൂർക്കുള്ളിൽ വെച്ചോണ്ടിരിക്കരുത്. പിന്നെ അതിന്റെ റിസൾട്ട് കുറഞ്ഞു പോകും. അപ്പോൾ സ്പ്രേ ചെയ്യുന്ന സമയത്ത് ഇതിന്റെ നല്ല റിസൾട്ട് കിട്ടാനായിട്ട് ഒരു 7-8 ദിവസം അല്ലെ 10 ദിവസത്തിനുള്ളിൽ ഇങ്ങനെ ഓരോ 10 ദിവസം കൂടുമ്പോൾ സ്പ്രേ ചെയ്തുകൊണ്ടിരിക്കുക. മഴക്കാലമൊക്കെ ആകുമ്പോൾ ഫംഗസ് പോലുള്ള ഇത് വന്നു കഴിഞ്ഞാൽ അത് കൂടുതൽ ദോഷം ഉണ്ടാക്കും. അത് വരാതിരിക്കാനായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക. വളരെ എഫക്റ്റീവാണ് ഗാർഡൻ ഗോൾഡ് ഹെൽത്ത് കിറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടത്? ദ ലിക്വിഡ് ഈസ് യൂസ്ഡ് ഫോർ മൊബിലൈസേഷൻ ഓഫ് ഇൻസെക്ട് പെസ്റ്റ് ഇഫ് ഫൗണ്ട് ഓൺ ഗാർഡൻ പ്ലാന്റ്സ്. അതായത് കീടങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിന് പിന്നെ മുമ്പോട്ട് പോകാൻ പറ്റില്ല, അത് അവിടെ ഇരുന്ന് ചത്തു പൊക്കോളും. പിന്നെ ഹെൽത്ത് ട്രീറ്റ്മെന്റ്, അതായത് ഫംഗസോ ബാക്ടീരിയ ഒക്കെ വരാതിരിക്കാനും അതുപോലെ ന്യൂട്രിയൻസ്, ഇത് 3ഉം ഇതിനകത്തുണ്ട്. അപ്പം 1 ലിറ്റർ വെള്ളത്തിൽ ഇത് 3ഉം കൂടെ ഒന്നിച്ച് വേണമെങ്കിലും ചെയ്യാം, ഒറ്റയ്ക്ക്. ഇപ്പൊ ഒരു കീടങ്ങളുടെ സാധ്യത കണ്ടു, നിങ്ങൾക്ക് അത് മാത്രമായിട്ട് ഉപയോഗിക്കാം. ചിലപ്പോ എന്താ പറയാ, ചെടിയിൽ ചെറിയ നിറവ്യത്യാസം അല്ലെങ്കിൽ അത് ഫംഗസോ ബാക്ടീരിയ ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കൊടുക്കാം. ഒരു സർട്ടൻ ലെവലിൽ ഒരു 10 ദിവസം കൂടുമ്പോൾ നിങ്ങൾ ന്യൂട്രിയന്റ് മാത്രമായിട്ട് വേണമെങ്കിലും കൊടുക്കാം. അപ്പൊ ഇത് 3ഉം കൂടെ ഒന്നിച്ച് വരുന്നതാണോ, ഒന്നിച്ച് സ്പ്രേ ചെയ്യുകയാണെങ്കിൽ ചെറിയ ഒരു എന്താ പറയുക, എക്കണോമിക്കലി നോക്കുമ്പോൾ വളരെ ചെറിയൊരു ചെലവ് മാത്രമേ വരുന്നുള്ളൂ. ഇത് 3ഉം കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് സ്പ്രേ ചെയ്യുന്നതാണ് ഏറ്റവും ഗുണകരമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഹരിതഞ്ജീവിയുടെ സോയിൽ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രൊഡക്റ്റുകളുടെ ഒരു ലഘു വിവരണം. ഞാൻ പറഞ്ഞു ഇതിന്റെ ഒരു മലയാളം PPT ഉണ്ട്. അതില് ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്ന് കുറച്ച് കാര്യങ്ങളോട് പറയേണ്ടതുണ്ട്. സമയക്കുറവ് കാരണം ഞാൻ അത് മുഴുവൻ അതിലേക്ക് പറഞ്ഞില്ല. അതിൽ 1-2 കാര്യങ്ങളോട്, ഈ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്ന ചില കൃഷികൾക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം, ഇത് അടുത്ത ദിവസം കാണിക്കുമ്പോൾ ഇത് വെച്ച് നമ്മൾ വിശദീകരിക്കുന്നുണ്ടാകും. അപ്പോ ഏലത്തിന് പ്രയോഗിക്കേണ്ട രീതി, ഏലത്തിന് ഇത് ഉപയോഗിച്ച ആളുകൾ നമ്മുടെ കൂടെ ഉണ്ട്, നമ്മളവരെ വിളിക്കുന്നുണ്ടാവും. അതേപോലെ വാഴയ്ക്ക്, കുരുമുളകിന് ഒക്കെ, മരച്ചീനിക്കൊക്കെ ഉപയോഗിക്കേണ്ട രീതി പ്രത്യേകമായിട്ട് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പോൾ നാളെ ഇത് പറയുന്ന സമയത്ത് നമ്മൾ ഇതും കൂടെ വിശദമായിട്ട് കാണിക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുക്കാവുന്ന തരത്തിലല്ല ഇതിന്റെ PDF തന്നെ നമ്മൾ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പോൾ ഇതെങ്ങനെയാണ് സാറേ ഈ ചെടിക്ക് ഉപയോഗിക്കേണ്ട ചോദ്യം വരികയല്ല, കണ്ടോ വാഴക്കൊല കായൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോ ഞാൻ കുറച്ച് റിസൾട്ട് ഒന്ന് ഷെയർ ചെയ്ത് കാണിക്കാം. ഹരിസഞ്ജീവിനി, സോയിൽ ഹെൽത്ത് ഒക്കെ ഉപയോഗിച്ചിട്ട്, ഗാർഡൻ ഗോൾഡൊക്കെ ഉപയോഗിച്ചിട്ട് ആൾക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടിന്റെ ഹരിസഞ്ജീവിയുടെ ഗ്രൂപ്പിൽ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ള
റിസൾട്ടുകളാണ്. ആ, നിങ്ങൾ ഈ ചെടി കാണുമ്പോൾ തന്നെ അറിയാം. ഓരോന്നോരോന്ന് സ്ക്രോൾ ചെയ്തോളൂ. ഇതാ, ഇത് ഇത് കാണുമ്പോൾ ഇത് എൻ്റേതാണെന്ന് തിരിച്ചറിയുന്നവരുണ്ടെങ്കിൽ ഹാൻഡ് റൈസ് ചെയ്തോളൂ കേട്ടോ. ആരാണെന്ന് ഞാൻ പറയുന്നില്ല. കാരണം വലിയൊരു കളക്ഷൻ ഉണ്ട്. ഹരിസഞ്ജീവനിയുടെ 3 ഗ്രൂപ്പുണ്ട്. ആ 3 ഗ്രൂപ്പിലും വന്നിട്ടുള്ള നല്ല റിസൾട്ടുകൾ കൊടുത്തിട്ട് ഒത്തിരി എടുത്തണ്ട. ചക്ക കായ്ക്കൽ എന്ന് പറഞ്ഞ പ്ലാവിൽ ചക്ക ഉണ്ടായതാണ് കണ്ടത്. ആ ഡൊമിനിക് സാറ് ഹരിസഞ്ജീവയുടെ നല്ലൊരു പ്രൊമോട്ടറാണ്. അത് സുമതി ചേച്ചി ഹാൻഡ് റൈസ് ചെയ്തു. കണ്ടോ ചാമ്പങ്ങ. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവുമോ? തക്കാളി ഞാൻ മുമ്പ് പറഞ്ഞ കാര്യം ഓർമ്മണ്ടോ? ഒരു അച്ചിൽ വെച്ച് വാർത്തെടുത്തതുപോലെ എന്ന് പറഞ്ഞില്ലേ? നോക്കിയേ, മുളക്. നീ ഇതാ, ഇതൊക്കെ അധികവും വീട്ടിൽ ഹരിസഞ്ജീവനം കാണും. ഈ ആളെ പരിചയം ഉണ്ടോ നോക്കിയേ. ഉണ്ടോ? യെസ്. പടകളിയൊക്കെ കൊണ്ടുവന്ന് ഞാനും വീട്ടിൽ കറി വെച്ചു കേട്ടോ. ഇതാ നോക്കിയേ, ആ മുളക് ചെടിയെ നോക്കിയേ. വെറുതെ ഒരു ഒരു ചെടിച്ചട്ടിക്കകത്ത് ഒരു മുളകിന് ചെടി നട്ട് ഗാർഡൻ കോളിൽ ഇട്ടാൽ കിട്ടുന്ന റിസൾട്ടാണ്. പിന്നെ ആ വീട്ടിലേക്ക് മുളക് കടന്ന് മേടിക്കേണ്ട ആവശ്യം വരുമോ? ഏത്തക്കായ പറഞ്ഞില്ലേ, കൊലയുടെ വലിപ്പം. പൊട്ടെ 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 പൊട്ടെ. ഇതാ വീണ്ടും മുളക്. കോളിഫ്ലവർ നമ്മുടെ നാട്ടിലെ കാലാവസ്ഥ ആയതുകൊണ്ട് അല്പം വിരിഞ്ഞു പോയിട്ട് മാത്രമേ ഉള്ളൂ. ചേന, നിങ്ങൾക്ക് പരിചയമുള്ള ഒത്തിരി മുഖങ്ങൾ വരും. കണ്ടോ, വെണ്ട, ക്യാപ്സിക്കം, പാഷൻ ഫ്രൂട്ട്. നമ്മുടെ രാജേഷിന്റെ ഏനാട് എത്രയാ വാഴക്കൊലാന്ന് നോക്കി. ഇതൊക്കെ കുറെ പഴമൊക്കെ ഞാനും കഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതാ അടയ്ക്ക. അടയ്ക്കാന്നല്ലേ പറയാ? പഴുക്ക. ആ, ഉണ്ടോ? വഴുതനങ്ങ ഉണ്ടോ? പൂക്കൾക്കാണെങ്കിലും ഇങ്ങനെ ഗാർഡൻ കോളും ഹരിസഞ്ജീവനിയൊക്കെ ഉണ്ടെങ്കിൽ കുറേശ്ശെ നമുക്ക് ഇതാ. അശോകൻ സാറിന്റെ വീട്ടില് മാഡത്തിന്റെ അവരുടെ തോട്ടത്തിൽ ശരിക്കും ഹരിസഞ്ജീവനി ഉപയോഗിച്ച തക്കാളി ചെടി ഞാൻ ആദ്യം കാണുന്നത് അവരുടെ വീട്ടിലാണ്, ടെറസിൽ. ഇന്നും വലിയ രീതിയിൽ കൃഷി ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ? ഇതാ ഏലം. നമുക്ക് കാണാം കുരുമുളകൊക്കെ. ഏലത്തിന്റെ ആളുകൾക്ക് നമ്മുടെ ബിനേഷ് സാറോ തങ്കച്ച സാറൊക്കെ ഉണ്ടെങ്കിൽ നമുക്കവരെ വിളിച്ച് ചോദിക്കാം. ഇതാ, ഇത് പലർക്ക് കിട്ടിയിട്ടുള്ള റിസൾട്ടുകളിൽ ആരെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്ന കുറച്ച് ഇങ്ങനെ സംഭരിച്ച് വെച്ചിരിക്കുന്നതാണ്. ഇതിനെ ഒന്നുകൂടെ ഭംഗിയാക്കി നമുക്ക് അടിക്കുറിപ്പോടു കൂടി ഇത് ഒരു ലൈബ്രറി ആക്കി നിങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു സംശയം വേണ്ട, ഒരു കൃഷിക്കാരനും നോ പറയില്ല. പ്രൊമോട്ട് ചെയ്യാൻ നമ്മൾ ഇറങ്ങിത്തിരിച്ചാൽ മാത്രം മതി. യെസ്. ഇപ്പോ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും തെങ്ങിന് ഉപയോഗിക്കേണ്ട ഒരു പ്രത്യേക രീതി എന്ന് പറഞ്ഞാൽ, ആദ്യം സോയിൽ ഹെൽത്ത് ഒരു 20 ഗ്രാം ഒരു തെങ്ങിന് കൊടുക്കുക. ഇപ്പൊ കഴിഞ്ഞ ദിവസം പറഞ്ഞു കേട്ടത് ഒന്നിച്ചു വേണമെങ്കിൽ അപ്ലൈ ചെയ്യാമെന്നാണ്. ഞാൻ മനസ്സിലാക്കിയത് സോയിൽ ഹെൽത്ത് അപ്ലൈ ചെയ്തൊരു 10 ദിവസത്തിന് ശേഷം ഫ്രൂട്ട് സ്പെഷ്യല് 3 മാസം, ഓരോ മാസം ഇടവിട്ട് ചെയ്യുക. വീണ്ടും അടുത്ത മാസം സോയിൽ ഹെൽത്ത്. അങ്ങനെ 20 ഗ്രാമും 10 ഗ്രാം വീതം. അപ്പൊ 20 വീതം കൊടുത്താലും കുഴപ്പമില്ല. കാരണം തെങ്ങൊക്കെ ഒത്തിരി എന്താ പ്രായമുള്ള വൃക്ഷങ്ങളാണ്. അതിന് എന്നും എല്ലാ നോക്കി മണ്ണിൽ നിന്നാണ് തെങ്ങിന്റെ പൂക്കലുണ്ടായിരിക്കുന്നത്. ജസ്റ്റ് തെങ്ങ് ഉയർന്നു വരുന്നേ ഉള്ളൂ മണ്ണിൽ നിന്ന്, അപ്പൊ തന്നെ പൂക്കലുണ്ടായി കഴിഞ്ഞിരിക്കുന്നു. പൊട്ടെ 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 പൊട്ടെ. അപ്പൊ ഇനി ഞാൻ പറഞ്ഞില്ലേ, ഏതാണ്ട് 200ഓളം ഇന്ത്യൻ കാർഷിക വിളവുകളിൽ ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിയ അനുഭവം റെക്കോർഡിക്കലായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ നമ്മൾ ഒന്നിനെ കുറിച്ചും ഉണ്ടോ ചോദിക്കുന്നത്. ആ മുളകിന്റെ നീളം കാണിച്ചിരിക്കുന്നുണ്ടോ? വെറുതെ പാത്രത്തിൽ വെച്ചാൽ മനസ്സിലാവുന്നതാണ്, കൈക്കകത്ത് വെച്ച് കാണിച്ചിരിക്കുന്നത്. യെസ്. ഇയാളെ പരിചയമുണ്ടോ നോക്കിയേ, നമ്മുടെ ദീപ മാഡം. ഉണ്ടാ കുരുമുളക് എത്രയാണെന്ന്. ആ കുരുമുളകിന്റെ തിരി അടുത്ത് നോക്കി നിങ്ങൾക്ക് കാണാം, അതിങ്ങനെ തിങ്ങിരിക്കുകയാണ്. നമ്മൾ സാധാരണ കുരുമുളകിന്റെ ഒരു തിരി എടുത്തു കഴിഞ്ഞാൽ അത്രയും ആ കുരുമുളക് അങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ടാവില്ല. അതാണ് ഇതിന്റെ ഫലം കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞതിന്റെ കാര്യം. യെസ്. ജിനേഷ് സാറ് ഏലകൃഷി കാണാൻ പോയതാണ്. പൊട്ടെ 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 പൊട്ടെ. കഴിഞ്ഞ ഓക്കെ. കിട്ടിയ കുറച്ച് റിസൾട്ട് ഞാൻ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ.
ഓക്കെ, അപ്പോ ഹരിതസഞ്ജീവനി സെഷൻ നമ്മൾ ഇനിയും തുടരും. ഓക്കെ, നാളെയും ഒരുപക്ഷെ മറ്റന്നാളും ഇതിന്റെ ബാക്കി പറയാത്ത പ്രൊഡക്റ്റുകളെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും നമ്മൾ വിശദമായിട്ട് പറയും, പ്രൊമോട്ട് ചെയ്യും. ആൾക്ക് മനസ്സിലാക്കണം ഇതിന്റെ എന്തെന്ന് പറയാ പ്രൊഡക്റ്റുകളിലെ DP, PV അതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് രണ്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഉപയോഗ രീതികൾ ഞാൻ മുമ്പ് പറഞ്ഞില്ല. ഇപ്പോൾ തെങ്ങിനും വാഴയ്ക്കും മരച്ചീനിക്കും അല്ലെങ്കിൽ കുരുമുളകിനും ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, ഇതൊക്കെ ഉപയോഗിച്ച ആളുകളെ കൊണ്ടും കമ്പനി പറയുന്നതൊക്കെ നമുക്ക് കേൾക്കാം. ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും, അതിലൊന്നും വലിയ കാര്യമില്ല. കാരണം ചായ ഉണ്ടാക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചായ ഉണ്ടാക്കുന്നത്? പാല് വേണം, പഞ്ചസാര വേണം, വെള്ളം വേണം, തിളപ്പിക്കണം, അല്ലേ? ചിലർ ആദ്യം ചായ തന്നെ ഡിക്കോഷൻ ഉണ്ടാക്കി പാല് സെപ്പറേറ്റ് തിളപ്പിച്ച് ഒന്നിച്ച് മിക്സ് ചെയ്യും. ചിലരിതെല്ലാം കൂടെ ഒന്നിച്ചുണ്ടാക്കും, അല്ലേ? ചിലർ പഞ്ചസാര ഇട്ട് തിളപ്പിക്കും, ചിലർ തിളച്ചതിന് ശേഷം പഞ്ചസാര ഇടും. എങ്ങനെയാണ് ചായ അല്ലേ, ചെറിയ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ, അല്ലേ? അതിനകത്ത് ഇങ്ങനെ എടുത്താലേ എനിക്ക് ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നത് അങ്ങനെ ആയിക്കോ. അതാണ് ഞാൻ പറഞ്ഞത്. ഈ എന്താ പറയുക, ഗാർഡൻ കോളിലും സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലൊക്കെ ഉപയോഗിക്കാൻ ചെറിയ ചെറിയ വ്യത്യാസ രീതിയിലാണ് പറയാം. അതൊന്നും പ്രശ്നമില്ല. ഇതിന്റെ ആപ്ലിക്കേഷൻ സമയത്ത് കൃത്യമായ അനുപാതത്തിൽ നടക്കുന്നത് മാത്രമേ ആവശ്യമുള്ളൂ. ഓക്കെ, അപ്പോ കഴിഞ്ഞ ദിവസം ഹരിസഞ്ജയുടെ ക്ലാസ് എടുത്ത ഷോളിമാട് ഇവിടെ ഉണ്ട്, അതുപോലെ ബേബി സാറുണ്ട്. ഞാൻ ബേബി സാറിനെ ആദ്യം ഒന്ന് ക്ഷണിക്കാം. ജയ് ഹരിസഞ്ജീവനി. അടിപൊളി സെക്ഷൻ. എനിക്ക് കുറെ അറിവുകൾ പുതിയതായിട്ട് കിട്ടി. എല്ലാവർക്കും നല്ലൊരു ഇൻഫർമേഷൻ ആയിരുന്നു എന്ന് എനിക്കറിയാം. ഇനിയും ഇതുപോലെ സെക്ഷനിൽ പഠിച്ച ദിവസങ്ങളിൽ അടുത്ത ദിവസങ്ങളിൽ സാറ് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് കിട്ടുമ്പോൾ എല്ലാം പൂർത്തിയാവും എല്ലാവർക്കും. ഇപ്പൊ ഒരു പുക പോലെ തോന്നുള്ളൂ പുതിയ ആളുകൾക്ക്, പക്ഷെ എല്ലാം കൃത്യമായിട്ട് എഴുതിയെടുക്കാനും സ്ക്രീൻഷോട്ട് എടുക്കാനും കഴിഞ്ഞു. നല്ല രീതിയില് ഒത്തിരി ആളുകൾ ഞാനിപ്പോ 3 വർഷമായി സ്ഥിരമായിട്ട് ഹരിതസഞ്ജീവനി സ്പെഷ്യലായിട്ട് ചെയ്യുന്ന ആളുകള് എന്നെ ക്ലാസ് എടുക്കാൻ വിളിക്കുന്നുണ്ട്, എന്നെ തേടി വരുന്നുണ്ട്. ഇത്ര നാളും വീടുകളിലേക്ക് അങ്ങോട്ട് ചെന്നിരുന്നത് ഇപ്പൊ എന്റെ ഓഫീസിലേക്ക് വരികയാണ് ആളുകൾ, അറിയാനും വാങ്ങാനും ചെയ്യുന്ന രീതികൾ ചോദിച്ചറിയാനും. അപ്പൊ അതിൽ ഭയങ്കര സന്തോഷമാണ് എനിക്ക്. അപ്പോ ഇനി എല്ലാവരെയും ഇതുപോലെ തന്നെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് നമ്മൾ കൊണ്ടുവരണം. ഇതിലൂടെ ഒറ്റയ്ക്ക് ഒരാളെ കൊണ്ടൊന്നും എങ്ങ് എത്തില്ല. ലക്ഷക്കണക്കിന് കൃഷികളുണ്ട്, നമുക്ക് കൃഷി സ്ഥലങ്ങളുണ്ട്. അപ്പൊ അവിടേക്ക് എത്തണമെങ്കിൽ നമുക്ക് ടീമുകൾ വേണം. ഈ ടീമുകളെ കൊണ്ട് നമ്മൾ എല്ലായിടത്തും എത്തിക്കണം. പുതിയ പുതിയ ടീമുകൾ ഹരിതസഞ്ജീവനിക്ക് ഇറങ്ങി വരണം എന്ന് എനിക്ക് പറയാനുള്ളത്. വളരെ സന്തോഷം. ജയ് RCM, ജയ് ഹരിസഞ്ജീവനി. താങ്ക് യു സാർ എന്നെ വിളിച്ചതിന്. താങ്ക് യു ബേബി സാർ. കഴിഞ്ഞ ദിവസം സാറ് പറഞ്ഞില്ലേ അവിടെ 2 ലക്ഷത്തോളം ജാതി മരങ്ങളുണ്ട്, അല്ലേ? അവരിലേക്കൊക്കെ നമ്മൾ എത്തിച്ചു കഴിയുമ്പോൾ എന്തായിരിക്കും റിസൾട്ട് എന്ന് ആലോചിച്ച് നോക്കുക. ഇത് ജാതിക്ക് മാത്രമല്ല, അതുപോലെ കേരളത്തിലുടനീളം എല്ലാ തെങ്ങുകൾക്കും. കാരണം തെങ്ങിന് പണ്ട് കൊടുത്തിരുന്ന പരമ്പരാഗത രീതി, അല്ലേ? നമുക്കറിയാം, ചാരം, ചാണകം, അതുപോലെ തെങ്ങിന് മുകളിൽ കയറി ഉപ്പിട്ടിരുന്നു. ഇതിപ്പോൾ ആ പരിപാടിയൊന്നുമില്ല. അതിന് പകരം നമ്മുടെ സോയിൽ ഹെൽത്തും ഫ്രൂട്ട് സ്പെഷ്യലും ഡിഫൻറ്റും കൂടെ കൊടുക്കുന്ന ഒരു രീതി കൊണ്ടുവരാൻ പറ്റുകയാണെങ്കിൽ ഒരൊറ്റ തേങ്ങ പോലും നമുക്ക് തമിഴ്നാട്ടിൽ നിന്നോ മറ്റു സ്ഥലങ്ങളിൽ നിന്നോ കേരളത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരില്ല. അത്ര അധികം റിസൾട്ട് കിട്ടും. അത് ഗ്രാജുവലി, ഇപ്പോൾ ബേബി സാർ പറഞ്ഞ പോലെ നമ്മളെല്ലാവരും കൂടെ ഒന്ന് ഉത്സാഹിച്ചത് പ്രൊമോട്ട് ചെയ്യാൻ തയ്യാറായാൽ. കാരണം നമ്മുടെ ലക്ഷ്യമാണ് പ്രധാനം. നല്ല ഗുണനിലവാരമുള്ള ദോഷമില്ലാത്ത കാർഷിക വിളവുകളാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് അടിസ്ഥാനം. അതിന് ഇന്ന് ഇന്ത്യയിൽ ഈ ഒരു രംഗത്തൊരു മാറ്റം ഉണ്ടാക്കാൻ നമുക്ക് മാത്രമേ കഴിയൂ. കാരണം ഇത്രയും വലിയ എസ്റ്റാബ്ലിഷ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കും അതുപോലെ പ്രൊഡക്റ്റും ഇത് പറഞ്ഞു കൊടുക്കാൻ അറിയാവുന്ന ആളുകൾ വേറെ ആർക്കാ ഉള്ളത്? ഒരു ഗവൺമെന്റ് സംവിധാനത്തിൽ പോലും ഇത് നടപ്പിലാക്കാൻ പറ്റില്ല. അത് നമുക്കേ പറ്റൂ, നമുക്കത് പറ്റും. അതിന് നിങ്ങളുടെ എല്ലാവരുടെയും കൂട്ടായ പ്രവർത്തനം നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, താങ്ക് യു ബേബി സാർ. ഞാൻ ഷോളി മാഡത്തിനെ കൂടെ ഒന്ന് വിളിക്കാം. ഷോളി മാഡം ബോധ്യപ്പെടുത്താം. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ലതാ സുകുമാരൻ. എന്റെ വീട്ടില് ഞാനിത് ഉപയോഗിക്കുന്നുണ്ട്. ഇത് ഇറങ്ങിയ ആ അവസരങ്ങളിൽ തന്നെ, ഞങ്ങള് ജോയിൻ ചെയ്ത അവസരങ്ങളിൽ തന്നെ ഉപയോഗിച്ചിരുന്നു. കടയിൽ വെച്ചിരുന്നു. എന്നിട്ട് ആരും മേടിക്കാനില്ല. അപ്പൊ നിവർത്തിയില്ല. 5 കൊല്ലം വരെയാണല്ലോ അതിന്റെ ഇത്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഞങ്ങളുടെ തെങ്ങിന് ഉപയോഗിച്ചപ്പോ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആദ്യത്തേത് ശരിക്കും ഉപയോഗിച്ചു. ആദ്യത്തെ ഫസ്റ്റ് സ്റ്റേജ്
ഉപയോഗിച്ച് തെങ്ങിന്റെ അടിയിൽ ഉപയോഗിച്ചു. പിന്നത്തെ സ്പ്രേ ചെയ്യാൻ തെങ്ങുകൾ വലുതാണ്, കേടുള്ള തെങ്ങുകളുമാണ്. അധികം കായ്ബലം ഉണ്ടായില്ല. എന്താ പറയുന്നത്, മറ്റേ മറന്നുപോയി. 2, 3, 4 കൂടി ഒന്നിച്ചങ്ങോട്ട് ഉപയോഗിച്ചു 2 മാസം കഴിഞ്ഞപ്പോ. പക്ഷെ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട് തെങ്ങിന്. ഞങ്ങള് തേങ്ങ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു 19 തെങ്ങുണ്ട്, പക്ഷെ കാശ് കൊടുത്ത് മേടിക്കേണ്ട ഒരു ഗതികേടിലായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ തെങ്ങ്. ഞാൻ രാജസാറിനെ ഞാൻ ആ ഫോട്ടോ കാണിച്ചു കൊടുത്തു, പിന്നെ ഗ്രൂപ്പിലിട്ടില്ല. അതിന് മാത്രം നാളികേരുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ തൊട്ട് ഫ്രണ്ടിൽ ഇനിയ തെങ്ങ് ഇപ്പൊ ഉള്ള ചെറിയ തെങ്ങ, അത് കയ്യെത്തിച്ച താഴെ വരെ മുട്ടാവുന്ന തരത്തില് ഒറ്റ മച്ചില് പോലും പോവാണ്ട് എന്താ ഇനി ചെയ്യണ്ടേന്ന് അറിയില്ല. അടിയിന്ന് കുത്തു കൊടുത്തുക, അത് പൊട്ടി വീഴാവോ അതേപോലെ. അത്രയധികം നല്ല, ശരിക്കും പറയണെന്ന് വെച്ചാൽ ഹരിത സഞ്ജീവിനി എന്ന് പറഞ്ഞാൽ അത് മാത്രം മതി. ഞാൻ കുറെ ആൾക്കാർക്ക് ഇപ്പൊ എന്തായാലും പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. എന്റെ വീട്ടില് 2.5 ഏക്കർ പറമ്പുണ്ട്. അവിടെ എനിക്കൊരു ആങ്ങളെയുള്ള ആള് ഇപ്പൊ നാട്ടില് സ്ഥിരമായിട്ടുണ്ട്. ആളോട് പറഞ്ഞിട്ടുണ്ട്, ആളും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. എന്തായാലും നമുക്ക് ഹരിത സഞ്ജീവിനി കേരളത്തിൽ നല്ല ഭക്ഷണം ഉണ്ടാക്കണം, എല്ലാവർക്കും ഹെൽത്ത് കൊടുക്കണം. നമ്മൾ ആർസിയംകാര് എന്തിന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ടത് ഹെൽത്തിന്. ഇങ്ങനെ ആ ഹെൽത്ത് രാജസാറ് ഞങ്ങൾക്ക് തന്നു. അപ്പൊ ആ രാജസാറിന് ഞങ്ങൾ കൊടുക്കേണ്ട ഹെൽത്ത് മറ്റുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോ ആൾക്കുണ്ടാവുന്ന സന്തോഷം വേറെയല്ലേ. അതാ ഞാൻ കരുതണ്. ഇത് ശരിക്കും പ്രൊമോട്ട് ചെയ്യണം സാറേ എല്ലാവർക്കും. ഇത് കൃത്യമായിട്ട് എല്ലാം പഠിക്കണം. പഠിക്കാൻ ഇരിക്കാനാണ് എനിക്ക് സമയമില്ലാത്തത്. അത് മാത്രം എനിക്കൊരു പ്രശ്നം. അപ്പൊ അത് എന്തായാലും എനിക്ക് പറ്റാവുന്ന അറിവ് എല്ലാവർക്കും ഇന്ന് തന്നെ ഞാൻ 4 ആൾക്ക് ഞാൻ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയതാ. അപ്പൊ പോയ സ്ഥലത്തൊക്കെ പറഞ്ഞു എല്ലാവരും ആവട്ടെ. അവർക്കും നല്ല സന്തോഷമായിട്ടുണ്ട്. ഞാൻ ഫോട്ടോ എടുത്ത് ഓരോരുത്തരെ കാണിക്കും. ഇവിടെ ചേട്ടന് അത്ര ഇഷ്ടമല്ല ഫോട്ടോ കാണിക്കണത്. അത് നമ്മുടെ ഇതിന് ബുദ്ധിമുട്ട് വരും. കുറെ ഉണ്ടായി കഴിഞ്ഞാൽ അത് നശിച്ചു പോവാന്ന് കണ്ണേൽക്കും. അതേപോലെ ഉണ്ടായി എല്ലാ സാധനം ഉണ്ടാവുന്നുണ്ട് സാറേ. ഞങ്ങൾ പച്ചക്കറി ഉണ്ടാക്കിയ ചുറ്റുവട്ടത്തെ എല്ലാവർക്കും കൊടുക്കും. ഇത് ഒരു പ്രാവശ്യം കൊടുത്ത് 2ാമത്തെ പ്രാവശ്യം കൊടുക്കുമ്പോ അയലക്കാർക്ക് ഇഷ്ടമല്ല. അതുപോലെ തന്നെ വിൽക്കാൻ ചേട്ടന് ഇഷ്ടമല്ല. ചേട്ടൻ പറയും നല്ല സാധനം കൊടുക്കുമ്പോ വിലയില്ലാണ്ട് എന്തിനാ കൊടുക്കണ്, വിലയോട് കൂടി നമ്മൾ ഭക്ഷിക്കുക, അത്രയാണ്. അതേപോലെ എല്ലാ പേരക്കായ സകല ഫ്രൂട്ട്സുകളും ഉണ്ട് ഞങ്ങളുടെ വീട്ടില്. എല്ലാതും നല്ല നന്ദസാറിന് അറിയാം കുറച്ചൊക്കെ. ശരി JRCM, ഞാൻ നിർത്തുന്നു. താങ്ക് യു ലത മാഡം. അപ്പോ നമ്മള് ഫോട്ടോ കാണിച്ചാൽ അത് ഇനിയും കാണിക്കാത്ത ഒരാളിലൊക്കെ ഉണ്ട്. ഏതായാലും നാളെ നടക്കുന്ന പ്രോഗ്രാമിൽ നമ്മൾ വീണ്ടും ബാക്കി കുറച്ചുകൂടി റിസൾട്ടുകളും അതുപോലെ ഉപയോഗിച്ച ആളുകളുടെ അനുഭവങ്ങളൊക്കെ പങ്കുവയ്ക്കുന്നുണ്ടാകും. അപ്പോ വളരെ സന്തോഷം. ഇനി ആരാ, നമുക്കിനി ദീർഘിപ്പിക്കേണ്ട ഇന്ന് സെഷൻ അവസാനിപ്പിക്കാം അല്ലേ? വേറെ ആരെങ്കിലും? രവി സാറിനെ ഞാനൊന്ന് നോക്കിയിരുന്നു, കണ്ടില്ലായിരുന്നു. രവി സാറ് കഴിഞ്ഞ JRCM sir. JRCM sir, welcome sir. And എനിക്ക് ഞാൻ മാക്സിമം ഉപയോഗിച്ചത് സോയിൽ ഹെൽത്തും ആൻഡ് ഗാർഡൻ ഗോൾഡും ആയിരുന്നു. ഓക്കെ. ഇപ്പൊ സോയിൽ ഹെൽത്തില് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു pH വാല്യൂ നന്നായിട്ട് കൂടി. ഒരു വർഷം കൊണ്ട് 1.2 ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് ഇയർ ആകുമ്പോൾ അത് ഇറ്റ് വിൽ കം നിയർലി 6 point something ആ ലെവലിലെത്തും. കാരണം എൻ്റെ മണ്ണ് പാറയിൽ മണ്ണ് ഇട്ടിട്ട് ആ മണ്ണിനെയാണ് ആദ്യം ഞാൻ ട്രീറ്റ് ചെയ്തത്. അപ്പൊ ഇപ്രാവശ്യം ഏറ്റവും കൂടുതൽ എനിക്ക് ഇത് വന്നത് ദി റംബൂട്ടാൻ ഇസ് ക്ലാസ്. അത് കംപ്ലീറ്റ് ഓരോ ഫ്രൂട്ടും എല്ലാം ഒരേ സൈസാണ്. ടേസ്റ്റ് ഈസ് ടു ഗുഡ് മാൻ. അത് അത്ര നല്ല ടേസ്റ്റാണ്, മാർക്കറ്റുമായിട്ട് കമ്പയർ ചെയ്യാനേ പറ്റില്ല, അത്ര നല്ല ടേസ്റ്റാണ്. എൻ്റെ ഇപ്പോഴും എഗെയിൻ മഴ വന്നതുകൊണ്ട് എഗെയിൻ ഐ ആം യൂസിങ് സോയിൽ ഹെൽത്ത് ഫോർ ഇത് തെങ്ങിനെ ഇടുന്നുണ്ട്. അതേമാതിരി കഴുങ്ങിന് 3 വർഷം കഴിഞ്ഞ് 3.5 വർഷമായിട്ടുള്ളൂ. ഇറ്റ് സ്റ്റാർട്ടഡ് ക്രോപ്പ് തരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്രാവശ്യം അടുത്ത കൊല്ലം ഐ വിൽ ബി ഗെറ്റിംഗ് ഗുഡ് റിസൾട്ട്. ഞാൻ വേറെ ഒന്നും ഉപയോഗിച്ചിട്ടില്ല സാർ. നോ അതർ മാനുവർ ഇൻ മൈ പ്ലോട്ട്. ഇത് മാത്രമേ ഉള്ളൂ. താങ്ക് യു വെരി മച്ച് സർ ഫോർ ഗിവിംഗ് ദിസ് ഓപ്പർച്യൂണിറ്റി. താങ്ക് യു. നമ്മുടെ ടെക്നിക്കൽ ലെക്ചർ അശോകൻ സാറ് ജിഷ മാഡത്തിന്റെ ഒക്കെ നമ്മൾ ഫോട്ടോ കാണിച്ചിരുന്നു. അതുപോലെ ശിവപ്രസാദ് സാറ്, ഇവരൊക്കെയാണ് ആദ്യകാലത്ത് ഹരിസഞ്ജീവനി നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുകയും റിസൾട്ട് കിട്ടുകയൊക്കെ ചെയ്ത ആളുകളാണ്. ഇവരാരെങ്കിലും ഉണ്ടോ? ഇനി കോട്ടയത്ത് നിന്ന് മഹേശ്വരൻ സാറ് നെൽകൃഷിക്ക് ഇത് ഉപയോഗിച്ച് നല്ല റിസൾട്ട് കിട്ടിയ ആളാണ്.
അങ്ങനെ റിസൾട്ട് കിട്ടിയ ആളുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ടൊക്കെ ആയിട്ട് നാളെയും നമുക്ക് അവസരമുണ്ട്. നാളെയും ഒരുപക്ഷെ മറ്റന്നാളും നമ്മൾ ഇതേ സമയത്ത് ഒരാൾ ചോദിക്കുന്നവരായിരുന്നു, എന്തിനാണ് ഈ 8:45 വരെ വെക്കുന്ന, കുറച്ചുകൂടി നേരത്തെ ആയിക്കൂടെ അല്ലേ? നമ്മളങ്ങനെ എല്ലാ ദിവസവും 7:15 ഒരു പ്ലാറ്റ്ഫോം ലേഡീസിന് വേണ്ടി എന്നുള്ള രീതിയിൽ പ്ലാൻ ചെയ്ത് ലേഡീസ് നടത്തുന്നതാണ്. അതിൽ എനിക്കൊരല്പം പരാതിയുണ്ട്. കാരണം ആരും തന്നെ അത് വേണ്ടവണ്ണം പ്രൊമോട്ട് ചെയ്യുന്നില്ല. ഒരാളും ജന്മനാ മിടുക്കരായിട്ട് ജനിക്കുന്നില്ലുണ്ടോ? എന്തൊരു വാസനയുണ്ടെങ്കിലും അവര് മിടുക്കരാകണമെങ്കിൽ നിരന്തരം പ്രാക്ടീസ് വേണം. സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, അറിവുള്ളവരുണ്ട്, സമയമുള്ളവരുണ്ട്. ഇതെല്ലാം കൂടെ ഒരുമിക്കുമ്പോഴേ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ ധാരാളം പുതിയ ആളുകൾ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യുന്നു. അതിൽ കഴിവുള്ള ആളുകളുടെ അനുഭവങ്ങൾ, അത് സിസ്റ്റമായിട്ടാണെങ്കിലും പ്രൊഡക്റ്റിനെ സംബന്ധിച്ചാണെങ്കിലും ഒക്കെയുള്ള അവരുടെ അറിവുകൾ പങ്കുവയ്ക്കുന്നു. ഒപ്പം നമ്മുടെ എക്സ്പെർട്സിന്റെ സെഷൻസ്, ഇന്ന് ശ്രീലത മാഡം ഒരു ഹൈജീൻ സ്പെഷ്യൽ സെഷനാണ്. കാരണം ഈ മഴക്കാലമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പെൺകുട്ടികളും സ്ത്രീകൾക്കും അതുപോലെ ഈവൻ പുരുഷന്മാർക്കും ഒക്കെ ഉണ്ടാകാവുന്ന ആരോഗ്യ പ്രശ്നങ്ങൾക്ക് ഒരു മുൻകരുതൽ എടുക്കാൻ നമുക്കൊരു ശരിക്കൊരു ഹെൽത്ത് ആൻഡ് ഹൈജീൻ അവയർനെസ് സെഷൻ ആയിരുന്നു. അത് തുടങ്ങി അപ്പം തന്നെ 1000 തികേണ്ടതാണ്. എന്തുകൊണ്ട് അത് നടക്കുന്നില്ല? നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമ്മളെന്ന് ഞാൻ പറയുള്ളൂ, ആരും ഞാൻ കുറ്റപ്പെടുന്നില്ല, ഞാൻ ഉൾപ്പെടെ. നമ്മളെല്ലാവരും ചെയ്യേണ്ടത്, അതായത് ചെയ്യാൻ പറ്റുന്നതും ചെയ്യുന്നതും തമ്മിലുള്ള അന്തരം വളരെ വലുതാണ്. ആർസിബിൽ ഒരാൾക്ക് സക്സസ് ആണെങ്കിൽ ഒറ്റയ്ക്ക് ഒരിക്കലും സക്സസ് ആകാൻ പറ്റില്ല. വി നീഡ് ടു ഹാവ് എ ടീം, ദാറ്റ് ടു ആക്റ്റീവ് ടീം. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ PV ജനറേഷൻ. ഇപ്പൊ നമ്മുടെ ആർസിബിന്റെ സൈറ്റ് എടുത്ത് നോക്കുമ്പോൾ കാണുന്നില്ലേ പച്ചയും ചുവപ്പും? ഒരിക്കൽ പോലും നിങ്ങളുടെ ഐഡിയ എടുത്ത് നോക്കുമ്പോൾ അത് ചുവപ്പായിട്ട് കാണാൻ ഇടവരരുത്. ചുവപ്പായിട്ട് കാണുക എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ മാസത്തേക്കാൾ നിങ്ങളുടെ ടീമിലെ ഈ മാസം പ്രവർത്തനം കുറവാണെന്നാണ്. അപ്പൊ എവിടെയാണോ മടിയന്മാരും മടിച്ചുകളും ഉള്ളത് അവരെ വിളിച്ചേൽപ്പിക്കുക, കമോൺ ഗരബ് എന്ന് പറയുക. അതായത് ദിവസവും അല്പമെങ്കിലും കൂടുതൽ പ്രവർത്തനം, ഒരു പ്രൊഡക്റ്റ് എങ്കിലും കൂടുതൽ വാങ്ങുക, ഒരു ജോയിനിങ് എങ്കിലും കൂടുതൽ കൊണ്ടുവരിക, ഒരു പ്രൊഡക്റ്റ് എങ്കിലും കൂടുതൽ സെയിൽ ചെയ്യുക. അത്തരത്തിൽ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇതിൽ ഇൻവോൾവ് ചെയ്താൽ എന്തുകൊണ്ട് ഗ്രോത്ത് ഉണ്ടാവില്ല? അതാണ് TCG ചോദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതായാലും വളരെ സന്തോഷം. ഇന്ന് നമുക്ക് കിട്ടിയ അഭിപ്രായങ്ങളിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളതും കൂടെയാണ് അംബി മാഡത്തിന്റെ. ഞാൻ പറഞ്ഞത് എല്ലാവരിലേക്കും ഈ നന്മ നമുക്ക് എത്തിക്കാൻ പറ്റണം. അപ്പോൾ വളരെ വളരെ സന്തോഷം. നാളെ നമ്മൾ വൈകുന്നേരം ഇപ്പൊ മാഡം ഓർമ്മിപ്പിച്ച പോലെ നമ്മളെല്ലാവരും ഒരു 5 പേരുടെങ്കിലും നേരിട്ട് വിളിച്ചു പറയുക. ഇന്ന് പറയാത്ത ബാക്കി പ്രൊഡക്റ്റുകളും കുറച്ചുകൂടെ അനുഭവങ്ങളും നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള ആളുകളുടെ കാഴ്ചപ്പാടുകളും ഡയറക്ഷൻസും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ ഹരിസഞ്ജീവനി നല്ല ഉഷാറായിട്ട് പ്രൊമോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. ശരിക്കും പറഞ്ഞാൽ കഴിഞ്ഞ ദിവസത്തെ ഹരിസഞ്ജീവനി സെഷൻ കഴിഞ്ഞപ്പോൾ ഡോക്ടർ രാജൻ സാറാണ് എന്നോട് പറഞ്ഞ, മൂർത്തിജി സാറ് തന്നെ ഒരു മുൻകൈ എടുത്ത് ഒരു സെഷൻ നടത്തിയാലേ ആളുകൾക്ക് ഇത് മനസ്സിലാവുള്ളൂ, ഒന്ന് സമയം കണ്ടെത്തണം. അങ്ങനെ ആണ്, എന്നാൽ ശരി ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ഇന്നൊരു സെഷൻ എടുത്തത്. അപ്പോൾ ഈ 3 തരത്തിലുള്ള പ്രൊഡക്റ്റുകളും അനുഭവങ്ങളും പങ്കുവെക്കണമെങ്കിൽ തീർച്ചയായിട്ടും കുറച്ച് സമയം കൂടുതൽ വേണം. അതുകൊണ്ട് നാളെയും മറ്റന്നാളും കൂടെ നമ്മൾ ഇതേ സമയത്ത് അല്പം കൂടെ ക്രിസ്പായിട്ട് ബാക്കി പ്രൊഡക്റ്റുകളും നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ നാളെയും മറ്റന്നാളായിട്ട് പങ്കുവയ്ക്കുന്നുണ്ടാകും. അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി. താങ്ക് യു. എല്ലാവരും അൺമ്യൂട്ട് ചെയ്യാം.